നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സ്വാമിയേ ശരണമയ്യപ്പ. കഴിഞ്ഞ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ ഉദ്ധവന് ഭഗവാൻ കൊടുത്ത ഉപദേശത്തിൻ്റെ വിഷയങ്ങളുടെ ഒരു രത്നചുരുക്കം പറഞ്ഞിരുന്നു. തുടർന്ന് ഭഗവാൻ ഉദ്ധവനെ ബദരിക്ക് പറഞ്ഞയക്കുന്നതും ഭഗവാൻ തൻ്റെ വംശത്തെ മുച്ചൂട് മുടിച്ചു കളയുന്നതും ഒടുക്കം തൻ്റെ ശരീരത്തെ യോഗമായ കൊണ്ട് ധരിപ്പിച്ച് പരന്ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതുമായിട്ടുള്ള ഭാഗമാണ് വരുന്നൊരു മണിക്കൂറിനുള്ളിൽ നമുക്ക് തീർക്കാനുള്ളത്. ഒരു തരത്തിൽ നോക്കിയാൽ അടുത്ത പ്രഭാഷണം എന്ന് പറയുന്നത് ഒരു സമാപന പ്രഭാഷണമാണ്. ഇതോടുകൂടി ഏകദേശമൊക്കെ കഴിഞ്ഞു. മാർക്കണ്ഡേയൻ്റെ പ്രളയവർണ്ണന മാത്രമേ പിന്നെ കുറച്ച് ബാക്കിയുണ്ടാവുള്ളൂ. അത് ഈ സപ്താഹത്തിൽ എന്തായാലും വിസ്തരിച്ചിട്ടുണ്ടാവില്ല. ഭഗവാന്റെ അടുത്ത് ഉദ്ധവൻ വളരെ പ്രധാനപ്പെട്ട അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 23 അധ്യായങ്ങളിലായിട്ടാണ് ഉദ്ധവോപദേശം കിടക്കുന്നത്. മഹാഭാരതത്തിൽ എങ്ങനെയാണോ ഭീഷ്മരുടെ അനുശാസന പർവ്വതത്തിലെ 120 അധ്യായത്തിലുള്ള ശരശയ്യെ കടന്നിട്ടുള്ള യുധിഷ്ഠിരനോടുള്ള ഉപദേശം അതിനോട് കടപിടിക്കുന്ന പോലെയാണ്. വിഷയവൈപുല്യം കൊണ്ടും ആശയഗാംഭീര്യം കൊണ്ടും ഭഗവാന്റെ ധിഷണ, ബുദ്ധി എന്നല്ല പറയണ്ടത്, ധിഷണ എന്ന വാക്കവിടെ ഉപയോഗിക്കേണ്ടത്. ഭഗവാന്റെ ധിഷണ എത്രമാത്രം വ്യാപ്തവും വിശാലവും ആഴത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. കാരണം ബ്രഹ്മവസ്തു ആണെങ്കിലും മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ പരിമിതികളുണ്ടാവും. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഉന്നതി എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നല്ല ഉത്തരങ്ങൾ കിട്ടുക. ഉദ്ധവൻ അതിന് പറ്റിയ ആളായിരുന്നു. അർജുനന് എങ്ങനെ ജയിക്കണം ജീവിതത്തിലെന്നാണ് പഠിപ്പിച്ചത്. ആ ജയത്തിനെ നിലനിർത്തി എങ്ങനെ കൈവല്യം നേടണമെന്ന് ഉദ്ധവനെയും പഠിപ്പിച്ചു. ഇതേ ഉപദേശം അർജുനനും കൊടുത്തില്ല, അർജുനന് കൊടുത്ത ഉപദേശം ഉദ്ധവനും കൊടുത്തില്ല. രണ്ട് സ്ഥലത്തും ഒരു ഗുരുനാഥൻ എങ്ങനെയാണോ തൻ്റെ ശിഷ്യന്മാരുടെ സ്വഭാവവും അവരുടെ ആവശ്യകതയും മനസ്സിലാക്കിയിട്ട് പെരുമാറേണ്ടത് എന്നുള്ളത് ഭഗവാനിൽ നിന്ന് പഠിക്കുന്നു. ഭഗവാൻ ഗുരുവായിട്ടാണ് ലോകം വിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രഭാഷണത്തിൽ, ഉണ്ണി മാറ്റിവെച്ചോളൂ, കാമുകം മാറ്റിവെച്ചോളൂ, ഭർത്താവ് മാറ്റിവെച്ചോളൂ, യോദ്ധാവ് മാറ്റിവെച്ചോളൂ, ആ റോളുകളൊക്കെ കഴിഞ്ഞു. ഭഗവാൻ ഗുരുവായൂരപ്പനാവുന്നത് 11ാമത്തെ സ്കന്ധത്തിലാണ്. അതുകൊണ്ടാണ് ആ മെതിയടി ഗുരുവാതകം എടുത്തിട്ട് ഉദ്ധവൻ പോകാൻ കാരണം. അതാണ് ഭഗവാൻ ഈ ലോകത്തിന് അവശേഷിപ്പിച്ച ലെഗസി. കൃഷ്ണൻ അവശേഷിപ്പിച്ച ലെഗസി എന്ന് പറയുന്നത് ഈ ഉപദേശങ്ങളാണ്. ആ ഭഗവാന്റെ അടുത്ത് ഉദ്ധവൻ ആദ്യം ചോദിക്കുന്നത്, ഈ ചുറ്റും നടക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പൻ ഇരുമ്പൊലക്കെ പ്രസവിക്കുന്നു, അതിനെ ഉഗ്രസേനൻ എന്താ പറയുക ശൂരസേനൻ അരച്ച് കലക്കി പൊടിച്ച് കടലിൽ കലക്കാൻ പറയണു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ഭഗവാന്റെ ചിന്താമഗ്നമായിട്ടുള്ള മുഖം, ഭഗവാനെ സാധാരണ എന്നും പ്രസന്നനായിട്ട് കാണുന്ന ഭഗവാൻ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ പെരുമാറുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉദ്ധവന് സംശയമായിട്ടാണ് ഭഗവാന്റെ അടുത്ത് വന്നത്. എന്നെ വിട്ടു പോവുമോ എന്ന് ചോദിക്കുന്നു. എവിടെ പോവുകയാണെങ്കിലും എന്നെ കൊണ്ടുപോകണം, അത്രയേ ഉള്ളൂ ഉദ്ധവന് ഡിമാൻഡ്. അതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണ്, ഭഗവാനെ അങ്ങ് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പോകും എന്ന് സൂചന കൊടുക്കും. പോകുന്ന ഉറപ്പാണെങ്കിൽ എന്നെ കൊണ്ടുപോകും, അതുണ്ടാവില്ല. അപ്പോൾ ചോദിക്കുക, അങ്ങില്ലാത്തൊരു ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കുന്നു? സഗുണഭക്തിയിലേക്ക് വന്നു ജ്ഞാനിയായ ഉദ്ധവൻ ഗോപികമാർ കാരണം ഭഗവാന്റെ രൂപത്തിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ ഭഗവാനെ വിട്ടിട്ടൊരു ജീവിതം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കുക, ഭഗവാൻ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ഇവിടെ കഴിച്ചു കൂട്ടും എന്ന് ചോദിക്കും. 7ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ധർമ്മത്തിൻ്റെ മാർഗം, അതുപോലെ വർണ്ണങ്ങളുടെ ജീവിതത്തിൻ്റെ ഇങ്ങനത്തെ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓരോ മാർഗത്തിൽ കൂടിയും എങ്ങനെ മോക്ഷം കിട്ടുമെന്ന് ചോദിക്കും. ഭഗവാൻ അതിനുള്ള ഉത്തരങ്ങൾ പറയും. അപ്പോൾ കൂടുതൽ സംശയങ്ങൾ വാനപ്രസ്ഥത്തിനെ കുറിച്ച് ചോദിക്കും. കാരണം ഉദ്ധവൻ ഏകദേശം ആ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയേണ്ടത് അതാണ്. അതുകൊണ്ട് വാനപ്രസ്ഥത്തിന് പോകുന്നവരുടെ കാര്യങ്ങൾ ചോദിക്കും. സന്യാസിമാരുടെ ധർമ്മത്തെക്കുറിച്ച് ചോദിക്കും. ഭഗവാൻ അതും പറഞ്ഞു കൊടുക്കും. ഉദ്ധവൻ അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും. എങ്ങനെയാണ് സന്യാസാശ്രമത്തിൽ എത്തുന്ന ഒരാൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ അവസ്ഥയിൽ എത്തേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉദ്ധവൻ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു പ്രധാന ചോദ്യം ചോദിക്കണം. നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുക? ആധ്യാത്മിക ജ്ഞാനത്തിൽ കൂടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും ഭഗവാനെ ചോദിക്കും. അപ്പോഴാണ്
ദത്താത്രേയൻ അവധൂതൻ 24 ഗുരുക്കന്മാരെ കണ്ട കഥ പറയണത് 9-ാമത്തെ അധ്യായത്തിൽ. 10-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ചോദിക്കുന്നു, എങ്ങനെയാണ് ബന്ധങ്ങളിൽ നിന്ന് പൊട്ടിച്ച് പുറത്തു വരിക, ബന്ധനങ്ങൾ അറ്റാച്ച്മെൻറ്റുകളിൽ നിന്ന് എങ്ങനെ, ബോണ്ടേജിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് വരിക എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, നമ്മുടെ ആത്മാവിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് ബാക്കി എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനെ ഓരോന്നായി പൊട്ടിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനവൻ എന്താണെന്ന് അറിഞ്ഞാൽ മതി. അതറിഞ്ഞാൽ താനെ ബാക്കിയൊക്കെ അലിഞ്ഞ് പൊക്കോളും എന്ന് പറഞ്ഞു കൊടുക്കും. 11-ാമത് ഭാഗവത ധർമ്മത്തിനെ കുറിച്ച് ചോദിക്കും. എന്താണ് ഭക്തിയുടെ സത്ത? അതാണ് ഭാഗവത ധർമ്മം. ഭക്തിയുടെ സത്തയാണ് ഭാഗവത ധർമ്മം. അതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ വിസ്തരിച്ചിട്ട് ശ്രവണം, കീർത്തനം, ഈ സ്മരണം തുടങ്ങിയിട്ടുള്ള സകല നവവിധ ഭക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭക്തിയുടെ അനവധി ഭാവങ്ങളെയും ഭഗവാൻ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഉദ്ധവൻ ചോദിക്കുക, ഭക്തിയുടെ മഹിമ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ചടങ്ങുകളോ, ഈ ചിട്ടകൾ, ആചരണങ്ങൾ, ഇതിൻ്റെയൊക്കെ അർത്ഥം അതെന്താ? അതൊക്കെ ഭഗവാനിലേക്ക് നമ്മളെ എത്തിക്കില്ലേ, നമുക്ക് മോക്ഷം കിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഭഗവാൻ പറയും, ഭക്തിയോടുകൂടി എന്ത് ചെയ്താലും എന്നിലേക്ക് എത്തും. ഭക്തി ഇല്ലാതെ ചടങ്ങ് മാത്രമായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ 99% ഉത്സവങ്ങളും ഒന്ന അവസ്ഥയിലാണ്. ആരുടെയൊക്കെയോ ഈഗോന് വേണ്ടിയിട്ട് നടത്തുന്നു. ഉത്സവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ 3-4 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. കുണ്ഡലിനിയെ ഉയർത്തി കഴുത്തിൽ കൂടെ കൊണ്ടുവന്ന് സഹസ്രാരത്തിലെത്തിച്ച് അങ്ങനെ പുറത്തേക്ക് ഒഴുക്കി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഉത്സവ സമയത്ത് അനവധി പേര് വന്ന് തൊഴണം. ഓരോ ഭക്തനും ആ വിഗ്രഹത്തിലേക്ക് അവരവരുടെ ഊർജ്ജത്തെ കൊടുക്കുമ്പോൾ ആ ദേവതയുടെ ചൈതന്യം വർദ്ധിച്ച് അത് വീണ്ടും ഈ ഭക്തർക്ക് തന്നെ ഉപകാരപ്രദമാവണ വഴിക്ക് വരും. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. നമ്മളൊക്കെ പ്രീമിയം അടയ്ക്കും, ആവശ്യമുള്ളവന് കിട്ടും. എപ്പോഴും ഉത്സവങ്ങൾ എന്തുകൊണ്ട് ഈ പുറത്തുള്ള ഗാനമേളയും കെട്ടുകാഴ്ചയിലും അല്ല, അകത്ത് ആ വിഗ്രഹത്തിൽ നടക്കുന്ന ക്രിയയിലും എത്രത്തോളം ഭക്തരെ അവിടെ തൊഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം ഭക്തരെ തൊഴിപ്പിക്കുക എന്നുള്ളതാണ് ഉത്സവങ്ങൾക്ക് അതിൻ്റെ പ്രധാന എന്താ പറയുക, ക്ഷേത്രം നടത്തുന്നവരുടെ പ്രധാന കർത്തവ്യം. ബാക്കിയൊക്കെ എക്സ്ട്രയാണ്. ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ചിലതൊക്കെ വയ്ക്കാന്നുള്ളൂ. പക്ഷെ വരുന്നവർ പുറത്തുനിന്ന് തിരിച്ചു പോരും. അവർ വന്ന് ദേവനെ തൊഴണം. അതിനുതകുന്ന തരത്തിലുള്ള ആകർഷണീയതകളെ കരണീയമായിട്ടുള്ളൂ. അപ്പം ഭഗവാൻ പറയാം, വേദങ്ങൾ അനുശാസിക്കുന്ന ചടങ്ങുകളും ചിട്ടകളും യാഗങ്ങളൊക്കെ ഉണ്ട്. കാരണം അറിയാമല്ലോ, കുട്ടിയായിരിക്കുന്ന കാലത്ത് ഇന്ദ്രിയങ്ങളുടെ രാജാവായിട്ടുള്ള ഇന്ദ്രനെ, അതായത് മനസ്സിനെ സുഖിപ്പിക്കുന്ന യാഗാദികൾ ചെയ്യണമെന്ന് അച്ഛനമ്മമാരെ വിലക്കി ജ്ഞാനം വർദ്ധിപ്പിക്കണ ഗോവർദ്ധനയാഗം ചെയ്യാനാണ് പറഞ്ഞത്. ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ അറിവ് വർദ്ധിപ്പിക്കണമെന്നാണ് അർത്ഥം. അത് ചെയ്യാൻ പറഞ്ഞ ആളാണ്. അപ്പോൾ ഇന്നും ഭഗവാന്റെ ഈ 126-ാമത്തെ വയസ്സിലും ഭഗവാന് ആ സ്റ്റാൻസിൽ മാറ്റില്ല. 99 വർഷങ്ങൾ കടന്നുപോയി ഗോവർദ്ധനോദ്ധാരണം കഴിഞ്ഞിട്ട്. ഓൾമോസ്റ്റ് ഒരു സെഞ്ചുറി ഭഗവാൻ അത് ഉയർത്തിയിട്ട് ഈ സംഭവം നടക്കുമ്പോൾ, ഉദ്ധവഗീത നടക്കുമ്പോഴേക്കും. പക്ഷെ ഇന്നും അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ചിന്തകളിൽ മാറ്റമില്ല. അദ്ദേഹം പറയണത് അതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ അത് ഈശ്വരോന്മുഖമായിരിക്കണം. ഭക്തിയില്ലാതെ ആചരണങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഉദ്ധവൻ അടുത്ത് ചോദിക്കും, പ്രകൃതി അഥവാ മാറ്റർ, പുരുഷൻ അഥവാ സ്പിരിറ്റ്, ഇത് രണ്ടെണ്ണത്തിന് എങ്ങനെ വേർതിരിച്ചറിയും? കാരണം സാഖ്യം ഭഗവാൻ ജീവിതം മുഴുവൻ പഠിപ്പിച്ചാണ്. കപിലന് ശേഷം കപിലൻ അമ്മ ദേവഹൂതിക്ക് പഠിപ്പിച്ചത് തിയറിയാണ്. ഭഗവാനാണത് പ്രായോഗികമായിട്ട് ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത്. അനവധി വർഷം എനിക്ക് തോന്നുന്നു ഭഗവാന്റെ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും സാഖ്യം ഓൾമോസ്റ്റ് നഷ്ടപ്രായമായിട്ട് ലുപ്തമായി പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാൻ അതിനെ വീണ്ടും പുനർജീവിപ്പിച്ചു. അത് ഗീതയിൽ സാഖ്യയോഗമായിട്ടും ഇവിടെ ഉദ്ധവന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടും ഭഗവാൻ അതിനെ വീണ്ടും ഒന്നുകൂടെ പോലിപ്പിച്ച് പുറത്തേക്ക് കൊടുക്കുകയാണ്. ഇതിനെ എങ്ങനെ തിരിച്ചറിയാം? മായ എന്താണ്? അതിനെ എങ്ങനെ വേർതിരിച്ചറിയണം എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ സാഖ്യത്തിനെ കുറിച്ച് വിസ്തരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം മനസ്സിനെ ശുദ്ധമായിട്ടുള്ള യോഗവിദ്യ കൊണ്ട് മാത്രം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ എങ്ങനെയാണ് ഭഗവാനെ ഹാൻഡിൽ ചെയ്യുക? ഇത്ര കഷ്ടമല്ലേ? യമം, നിയമം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, അഷ്ടാംഗമാർഗമൊക്കെ സാധാരണക്കാരെ കൊണ്ട് നടക്കുമോ? അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിട്ട് വല്ലതും പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ ഭഗവാൻ പറയും, എളുപ്പമാർഗമുണ്ടല്ലോ, ഭക്തി ഉണ്ടായാൽ മതി. ഭക്തി കൊണ്ട് മനസ്സ് താന നിയന്ത്രണത്തിൽ വരും. സ്വാർത്ഥതയില്ലാത്ത സകലതും ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ഭക്തി നിശ്ചയമായിട്ടും അപ്പുറത്തൊരു യോഗിക്ക് എന്ത് കിട്ടുന്നുണ്ടോ അതേ റിസൾട്ട് ഇവിടെ ഉണ്ടാക്കി തരും. അതുകൊണ്ട് ഈ മാർഗം മാത്രമാണ് കരണീയം എന്നൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് 15-ാമത്തെ അധ്യായത്തിൽ ഈ യോഗവിദ്യ കൊണ്ട് കിട്ടുന്ന സിദ്ധികളെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ ഭഗവാൻ വിസ്തരിച്ചിട്ട് യോഗമാർഗത്തിൽ വരുന്ന സിദ്ധികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അവസാനം സൂചിപ്പിക്കും, ഇതിലൊന്നും കുടുങ്ങരുത് എന്നും പറയും. 16-ാമത്തെ അധ്യായത്തിൽ ഉദ്ധവൻ ചോദിക്കും, അങ്ങയുടെ രൂപങ്ങളെ എങ്ങനെ തിരിച്ചറിയും? അവതാരങ്ങൾ എന്താണ്? ഇതൊക്കെ അറിയണം.
ഭഗവാൻ ഏത് രൂപത്തിൽ എങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കാത്തത് കൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അവതാരങ്ങളുടെ വർണ്ണന ഇടയ്ക്കിടയ്ക്ക് പറയണത്. കാരണം ഏതാണ് അവതാരം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഗുരുവായൂർ പണ്ട് ചെർളയം ഗോകുലകം ഈ ഉദയാസ്തമനം ഏകാദശിക്ക് നടത്തുന്ന സമയത്ത് ആ ഏകാദശി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാചകക്കാർക്കും പൈസ കൊടുക്കും. അപ്പോൾ പാചകക്കാരൊക്കെ കൂടെ അവരവരുടെ പൈസയിൽ നിന്ന് ഒരു പൈസ എടുത്തിട്ട് അത് ഗുരുവായൂരപ്പൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ടിടും. കാരണം എന്താ വെച്ചാൽ ഗുരുവായൂരപ്പന് അവരുടെ കൂടെ ഭക്ഷണം വയ്ക്കാൻ കൂടുണ്ടെന്നുള്ളതുകൊണ്ടാണ്. ഇതേപോലെയാണ് പമ്പവിളക്കിൻ്റെ സദ്യ. സ്വാമി പമ്പയുടെ അവിടെ മകരവിളക്കിന് മുമ്പ് പണ്ടത്തെ കണക്കിന് കരിമല ഇറങ്ങി വന്ന് അവിടെ പമ്പയിലെത്തിയ പമ്പാസദ്യ ഉണ്ട്. ഈ പമ്പാസദ്യയിൽ എല്ലാ അടുപ്പൊന്നും ഭസ്മം എടുക്കണം. കാരണം ഏത് അടുപ്പിലാണ് ഭഗവാൻ പാചകം ചെയ്തതെന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ അടുപ്പൊന്നും പമ്പാസദ്യക്ക് ഇതെടുക്കും. അതൊക്കെ പഴയ കാലത്തെ ആൾക്കാർക്ക് അത്രയും ഹൃദയവിശാലത ഉണ്ടായിരുന്നു, ഭഗവാനെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് നമ്മൾ എന്തിനാ പഠിക്കണമെന്ന് വെച്ചാൽ, ഭഗവാൻ ഒരു കൃഷ്ണന്റെ വേഷം എടുത്തു, ഒരു നരസിംഹത്തിന്റെ വേഷം എടുത്തു, ഒരു കൽക്കിയുടെ വേഷം എടുത്തു എന്നുള്ളത്. ഭഗവാൻ അനവധി വേഷങ്ങൾ ഇന്നും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള 24 അതിലും ഏറ്റവും മുഖ്യമായിട്ടുള്ള 10 കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമെന്നേ ഉള്ളൂ. ഭഗവാന്റെ അവതാരങ്ങൾ ഇന്നും അനവധിയുണ്ട്. കലിയുഗത്തിൽ ഭഗവാൻ എത്രയോ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അപ്പം അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. 17-ാമത്തെ അധ്യായത്തിൽ ഉദ്ധവൻ നമുക്കൊക്കെ വേണ്ടിയിട്ട് ഗൃഹസ്ഥൻ എന്തൊക്കെ ചെയ്യണം ചോദിക്കുന്നു. അതൊക്കെ ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ബന്ധങ്ങളിൽ കുരുങ്ങിപ്പോകാതെ നല്ല രീതിയിൽ ഗൃഹസ്ഥാശ്രമം ജീവിക്കാമെന്ന് ചോദിക്കുമ്പോൾ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കണം ഭഗവാൻ. എങ്ങനെ ഒരു ഗൃഹസ്ഥ തൻ്റെ തന്നെ ജീവിതം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതമാണ് അതിന് മോഡൽ. അദ്ദേഹത്തെ പോലെ ഒരു ഗൃഹസ്ഥൻ ഉണ്ടായിട്ടില്ല. അല്ലേ ആചാര്യസ്വാമികൾ ഭുജംഗപ്രയാഗത്തിൽ ത്രിലോകീ ഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ എന്ന് പറഞ്ഞു. 3 ലോകങ്ങളും ഗൃഹസ്ഥനാണ് ഭഗവാൻ. അങ്ങനെ ഉദ്ധവൻ അവസാനമായിട്ട് 18-ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കുക, എന്താണ് ജ്ഞാനം, ജ്ഞാനത്തിന് എങ്ങനെ കിട്ടണമെന്ന്. ജ്ഞാനത്തിൻ്റെ രൂപമാണ് ഉദ്ധവൻ. ആ ഉദ്ധവൻ ചോദിക്കുകയാണ് എന്താണ് ജ്ഞാനത്തിൻ്റെ രൂപം, അതെങ്ങനെ കിട്ടണമെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ജ്ഞാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും പ്രാധാന്യം പറയണം. എങ്ങനെ? ഭക്തി ചേർത്തുകൊണ്ട്, ഭക്തിയുടെ ചേരുവകൾ ചേർത്തുകൊണ്ട്, ഭക്തിയുടെ സമ്പൂർണമായിട്ടുള്ള ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ വർക്കൗട്ടാവുള്ളൂ. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പത്മപുരാണത്തിലെ ഭാഗവത മഹാത്മ്യത്തിൽ പോയി നോക്കണം. ഭക്തിക്ക് 2 മക്കളാണ്. ഭക്തിയാണ് ആദ്യം ഉണ്ടാവേണ്ടത്, അതിന് ജ്ഞാനം ഉണ്ടാവണം, വൈരാഗ്യം ഉണ്ടാവണം എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ വന്നുകൊണ്ടിരിക്കും. ഇത് ഭക്തിയോട് ഈ എന്താ പറയുക, മായയെ നശിപ്പിക്കാൻ. മായ നശിക്കുമ്പോൾ നേരനുഭവം ഉണ്ടാവും. ബ്രഹ്മത്തിൻ്റെ നേരനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ മധുരം എന്താണെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ എസ് ഒന്നും എഴുതി ആരെയും പഠിപ്പിക്കണ്ട. പഞ്ചസാര ഇരിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് വായ തുറക്കൂ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അപ്പം കിട്ടും. കിട്ടിയോ? അതാണ് നേരനുഭവം. അതിനെ വർണ്ണിക്കാൻ സാധിക്കില്ല. 19-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ അടുത്ത് ചോദിക്കുക, നോക്കൂ ഗുരുവായൂരപ്പ, ലോകത്തിൽ പലരും നമ്മളെ പുകഴ്ത്തും, ചിലർ നമ്മളെ അപമാനിക്കും, ഭർഷിക്കുകയും ചെയ്യും. 2 അവസ്ഥയിലും എങ്ങനെയാണ് സമമായിട്ട് ഇരിക്കുക ചോദിക്കും. ഇത് എല്ലാ ആചാര്യന്മാരും പഠിക്കേണ്ടതാണ്. ഇത് ആദ്യം പഠിക്കേണ്ടത് ആചാര്യന്മാരാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് അതാണ്. കാരണം ജീവിതത്തിൽ, സാധാരണ ഭൗതിക ജീവിതത്തിൽ അഹങ്കാരം പിന്നെയും സഹിക്കാം. ആധ്യാത്മിക മാർഗത്തിൽ വന്നിട്ട് അഹങ്കാരം കാണിച്ചാൽ, അതിൻ്റെ ഒരു സ്ഫുരണമെങ്കിലും ഉണ്ടായാൽ അതോടെ അവസാനിച്ചു. ഈ 84 ലക്ഷം ഗർഭപാത്രങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഭഗവാൻ പറയാണ്, എല്ലാറ്റിലും നല്ലത് ചീത്ത എന്ന് കാണാതെ, വലുത് ചെറുത് എന്ന് കാണാതെ, സമ്പന്നൻ ദരിദ്രൻ എന്ന് കാണാതെ, കറുപ്പ് വെളുപ്പ് എന്ന് കാണാണ്ട്, ദ്വന്ദ്ഭാവങ്ങളില്ലാതെ എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിച്ചാൽ അഹങ്കാരം ഉണ്ടാവില്ല. എത്ര സിമ്പിളാണ് അത്. അതിൻ്റെ പരിശീലനം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു അവസരം പോലും കളയരുതെന്നാണ്. നമുക്കൊരു സാക്ഷിഭാവം, നമ്മുടെ അകത്താ നാരദൻ എന്ന് പറഞ്ഞ സാക്ഷി ഉണർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ദുർവികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ദുഷിപ്പ്, ഒരാളെ മോശം എന്ന് വിചാരിക്കണ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും, അരുത്, അത് ബ്രഹ്മാണ്, ഇതും ബ്രഹ്മാണ്, അതും ബ്രഹ്മാണ് എന്നുള്ള ബോധം ഉണരെ കുറച്ച് കഴിയുമ്പോൾ എല്ലാറ്റിനും അങ്ങനെ തന്നെ കാണാനുള്ള പരിശീലനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കുറച്ച് നേരം വന്നിരുന്നിട്ട് കണ്ണീരൊഴുക്കി ആവശ്യം പറഞ്ഞു പോകണല്ലോ. അതൊരു നിരന്തരാഭ്യാസമാണ്. ഭക്തിക്കൊരു സ്റ്റോപ്പേജ് ഇല്ല. അത് ഈ ശരീരം പോകുന്നത് വരെ വേണം. അത് കഴിഞ്ഞാലും ഉണ്ടാവും, അത് അവശേഷിക്കും. അപ്പോൾ അതങ്ങനെയാണ്, ഒരിക്കലും തീരാത്ത FD ആണ്. അതിൻ്റെ പലിശ വന്നുകൊണ്ടേയിരിക്കും. അതങ്ങനെയാണ്, അതിൻ്റെ രീതി അതാണ്. അപ്പോൾ
അടുത്തത് ചോദിക്കുക എങ്ങനെയാ അപ്പോൾ ഈ സംസാരക്കടലിനെ കടക്കുക എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഭഗവാൻ എങ്ങനെ തിരിച്ചറിവുണ്ടാക്കണം, എങ്ങനെ സമർപ്പിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു. ശരണാഗതി കൊണ്ടും വിവേചന ബുദ്ധി കൊണ്ടും സംസാരത്തിനെ കടക്കാം എന്ന് പറഞ്ഞു കൊടുത്തു. ഡിസ്ക്രിഷൻ, ഒരു കാര്യത്തിൽ നമ്മൾ അതിനുള്ള ബോധം, അവയർനെസ്, അലർട്ട്നെസ് ഉണ്ടാവണം. അതാണ് ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ട് വിവേകാനന്ദസ്വാമി പറഞ്ഞത്, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാന്നിബോധത പറഞ്ഞു. അത് രാജ്യത്തിൻ്റെ നിർമ്മാണത്തിന് മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിനും ആവശ്യമാണ്. അത് കഴിഞ്ഞ് എങ്ങനെയാണ് നല്ലത് ചീത്ത തിരിച്ചറിയുക ഭഗവാനെ എന്ന് ഉദ്ധവൻ ചോദിക്കുക 21-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ പറയുക, നല്ലത് എന്നും ചീത്ത എന്നുള്ളതും സങ്കല്പങ്ങൾ മാത്രമാണ്. വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിൽ നല്ലതുമില്ല ചീത്തയില്ല. നല്ലത് ചീത്ത തോന്നുന്നത് തന്നെ മായയാണ്. ഇപ്പം ഞാൻ അഘോരികളുടെ കാര്യം പറഞ്ഞില്ലേ, അവർ ശവം കഴിക്കും, ശവത്തിലിരുന്ന് ധ്യാനിക്കും. സകലതും ശിവനാണെങ്കിൽ എന്തിനെ അറയ്ക്കും? അറച്ചു കഴിഞ്ഞാൽ ശിവനല്ലാത്ത എന്തോ ഒന്നുണ്ടെന്ന് പ്രപഞ്ചത്തിൽ വന്നു. അങ്ങനെ വരാൻ പാടില്ല. കൃഷ്ണൻ ചില ഭാഗങ്ങൾ സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് മഹാദേവൻ സംസാരിക്കണോ, അങ്ങനെയാണ് സംസാരിക്കുക. അത് പക്ഷേ ഭഗവാന്റെ ഫാൻസുകാർക്ക് മാത്രം മനസ്സിലായിട്ടില്ല ഇതുവരെ. ഭഗവാന്റെ ഫാൻസിന് മനസ്സിലായിട്ടില്ല. അതോടെ നിൽക്കട്ടെ. എന്താണെങ്കിലും ആത്മാവിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് ആത്മാവ് തന്നെ തന്നെ തിരിച്ചറിയുമ്പോഴാണ്. ആത്മാവ് തൻ്റേതല്ലാത്ത വേറെ എന്തോ ഉണ്ട് ഈ പ്രപഞ്ചത്തിലെന്ന് ചിന്തിക്കുമ്പോൾ അതിന് അശുദ്ധി സംഭവിച്ചു. സ്വയമേവ ശുദ്ധമാണ്. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്നും പുറത്തുനിന്ന് കിട്ടാനില്ല എന്ന്. ഒന്ന് കുളിച്ചാൽ മതി, ഇത്ര ഒന്ന് കുളിച്ചാൽ മതി നന്നായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ആത്മസ്വരൂപം തിളങ്ങും, ശുദ്ധമാവും എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, അപ്പോൾ ഉദ്ധവൻ ചോദിക്കുക, മഹർഷിമാർ പറഞ്ഞിട്ടുള്ള അനവധി തത്വങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. ഓരോ മഹർഷിയും ഓരോ കാഴ്ചപ്പാടാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂഷനോ, ഈ വഴിക്ക് പോയാൽ ശരി, ആ വഴിക്ക് പോയാൽ വേറൊരു രീതി, ഇനി വേറൊരു വഴി. ഇപ്പോൾ വിശ്വാമിത്രൻ്റെ പദ്ധതിയല്ല വസിഷ്ഠൻ്റെ പദ്ധതി. അതുകൊണ്ടാണല്ലോ അവരുടെ ശത്രുത തന്നെ. വിശ്വാമിത്രൻ ജീവിതത്തിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മഹർഷിയാണ്. ജീവിതത്തിനെ ത്യജിക്കാൻ, ബ്രഹ്മവിദ്യക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പഠിപ്പിക്കുന്ന മഹർഷിയാണ് വസിഷ്ഠൻ. ഒരു തരത്തിൽ നോക്കിയാൽ അത് തന്നെ വന്നു. ഇനി അത്രിയുടെ മാർഗം അത് വേറെ, അങ്കിരസിൻ്റെ വേറെ, പുലസ്ത്യൻ്റെ വേറെ, പുലഹൻ്റെ വേറെ, ഇവരുടെ ഒക്കെ മാർഗങ്ങൾ വേറെയാണ്. അപ്പോൾ ചോദിക്കുക, ഞങ്ങൾ കൺഫ്യൂസ്ഡാണ്, ഭഗവാനെ ഏതാ തിരഞ്ഞെടുക്കേണ്ടത്, ഇതെങ്ങനെ അറിയും? അപ്പോൾ ഭഗവാൻ പറയാ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടും അവരവർ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. നോക്കൂ എന്ത് രസമായിട്ടാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് അർജുനനോട് തുടക്കത്തിൽ പറയണത്, ഞാൻ തന്നെ പറയും അശ്വത്ഥാമാവിനെ കൊല്ലെന്ന്, ഞാൻ തന്നെ പറയും കൊല്ലണ്ടെന്ന്, നീ ആലോചിച്ച് തീരുമാനിക്കണം. അത് ഭഗവാന്റെ രീതിയാണ്. അവിടെ നമ്മൾ നമ്മുടെ യുക്തി ആലോചിക്കണം. അതുകൊണ്ട് അർജുനൻ എന്ത് ചെയ്തു, അയാളെ മുടിയൊക്കെ കുറച്ച് അവിടെ ഇവിടെ മടിച്ചിട്ട് പുള്ളിയും ചുട്ടിയൊക്കെ കുത്തിയിട്ട് പുള്ളിയെ പറഞ്ഞു വിട്ടു. അപ്പം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണം എന്നുള്ള മാതിരി ആക്കി. ഭഗവാൻ സ്ഥിരം നമ്മളോട് ഇത് ചെയ്യും. നമ്മളോട് ഒരിക്കലും ഇത് ബ്ലാക്ക് ചെയ്ത് വൈറ്റ് എന്ന് ഭഗവാൻ പറയില്ല. ദിസ് ഈസ് റൈറ്റ്, ദിസ് ഈസ് റോങ് എന്ന് ഭഗവാൻ പറയില്ല. നമുക്ക് വിവേചന ബുദ്ധി ഇട്ട് തന്നിരിക്കുന്നു. പൂർവ്വകർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മൾ പലതും അനുഭവിക്കും, നല്ലത് അനുഭവിക്കും, ചീത്ത അനുഭവിക്കും. അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ആ പ്രതികരണങ്ങൾ നമ്മുടെ അടുത്ത കർമ്മങ്ങൾക്കുള്ള വിത്തിടുകയും ചെയ്യും. അദ്ദേഹം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അദ്ദേഹത്തിനെ കൂട്ടുപിടിച്ചാൽ അദ്ദേഹം ഈ കണ്ണി തട്ടേണ്ടതിനെ പുരികത്തിൽ തട്ടിച്ചു വിടും. ഭാഗ്യം വരുമ്പോൾ അമിതമായിട്ട് ആഹ്ലാദിക്കാൻ സമ്മതിക്കൂല. ഫർദർ കർമ്മം ഉണ്ടാക്കുന്നത് ഭഗവാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരും. എത്രത്തോളം ശരണാഗതി പ്രാക്ടീസ് ചെയ്യണോ അത്രത്തോളം ശുദ്ധി അദ്ദേഹം തരും. അപ്പം ചോദിക്കുക, ഉദ്ധവൻ ചോദിക്കുക 23-ാമത്തെ അധ്യായത്തിൽ, ആരാണ് സുഖം തരുന്നത്, ആരാണ് ദുഃഖം തരുന്നത്? അപ്പോൾ ഭഗവാൻ അവന്തിയിലെ ഒരു ബ്രാഹ്മണൻ, വലിയ പൈസക്കാരനായിരുന്നു, 5 പൈസ ആർക്കും കൊടുക്കില്ല. അവസാനം ഒരു ദിവസം പിശുക്കി ഇരുന്നിട്ട് കാശൊക്കെ കള്ളന്മാരൊക്കെ കട്ടുകൊണ്ടുപോയി. അതോടുകൂടി വീട്ടുകാരൊക്കെ തല്ലി പുറത്താക്കി. കാശ് പോയതോടുകൂടി ആർക്കും അദ്ദേഹത്തിന് വിലയില്ലാണ്ടായി. ബ്രഹ്മബോധം പകരില്ല, ചുമ പകരും. ഇതും സത്സംഗമാണ് അല്ലേ? അപ്പം ആ അവന്തിയിലെ ബ്രാഹ്മണനെ ഒരു പിച്ചക്കാരനാക്കിയിട്ട് വിധി ഇറക്കി വിടുകയാണ്. അയാളെ എല്ലാവരും ചീത്ത വിളിക്കും, ഭക്ഷണവും കൊടുക്കില്ല, ആട്ടും തുപ്പും. പണ്ട് പറയും, എന്തായിരുന്നു അവൻ കാശുണ്ടായിരുന്ന കാലത്ത് 5 പൈസ അവൻ ചിലവാക്കിയിട്ടില്ല, അവൻ 5 പൈസ കൊടുക്കരുത്, ഭക്ഷണവും കൊടുക്കരുത്. അങ്ങനെ അപമാനങ്ങൾ സഹിച്ചിട്ട് ഒരു ഘട്ടമെത്തുമ്പോൾ എന്തോ പൂർവ്വ പുണ്യം കൊണ്ട് മനസ്സിൽ ഇതങ്ങോട്ട് ഉണരും. അപ്പോൾ അദ്ദേഹം പാടിയ പാട്ട് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു, ഭിക്ഷുഗീത എന്ന് പറഞ്ഞു.
കഴിഞ്ഞ സെഷനിൽ തിരുമേനി വായിച്ചു നിർത്തിയത് അവിടെയായിരുന്നു. അതിൽ പറയണത് എന്താ വെച്ചാൽ, എന്താണ് സുഖം, എന്താണ് ദുഃഖം, ആരാണ് സുഖം ഉണ്ടാക്കണം, ആരാ ദുഃഖം ഉണ്ടാക്കണം എന്നായിരുന്നല്ലോ ഉദ്ധവൻ്റെ ചോദ്യം. ഉദ്ധവ, മനസ്സാണ്, നമ്മുടെ മനസ്സാണ് നമ്മുടെ സുഖവും നമ്മുടെ ദുഃഖവും ഉണ്ടാക്കണമെന്ന്. ഇപ്പോൾ സാഡിസം എന്ന് പറയും. ചിലരുടെ നിന്ന് അടി വാങ്ങുന്നത് ചില ആൾക്കാർക്ക് സന്തോഷമാണ്. ചിലരുടെ നിന്ന് അടി വാങ്ങുന്നത് ഫെറ്റിഷ് എന്നൊക്കെ പറയും. അത് സൈക്കാട്രിയിലുള്ള പ്രശ്നങ്ങളാണത്. നമുക്ക് ഇപ്പം ഞാൻ പറയാം, ചിലർ കണ്ടിട്ടില്ലേ പീഡാനുഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഹമൊക്കെ കുത്തിപ്പൊളിച്ചിട്ടൊക്കെ നടക്കും. അതിലവർ അഭിരമിക്കണം. അപ്പം അവരുടെ മനസ്സത് സന്തോഷമായിട്ടാണ് എടുക്കണത്. നമുക്കതിന് മോശം എന്ന് പറയാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറയുക. ചിലവർക്ക് സുഖമായിട്ടുള്ളത് ചിലർക്ക് ദുഃഖമായിരിക്കും, ചിലർക്ക് ദുഃഖമായിട്ടുള്ളത് ചിലർക്ക് സുഖമായിരിക്കും. ചില സുഖങ്ങളായിട്ട് നിൽക്കുന്നത് രണ്ടും ചേർത്തിയാൽ പുലിവാലുമായിരിക്കും. ലോകത്തിൽ ചിലർ പറയും, ഓ എത്ര നല്ല പയ്യനായിരുന്നു, എത്ര നല്ല പെൺകുട്ടിയായിരുന്നു, മെയ്ഡ് ഫോർ ഈച്ച് അതറാണെന്ന് വിചാരിച്ചു, കല്യാണം കഴിഞ്ഞ് 1 മാസത്തിലൂടെ ഡൈവോഴ്സായി പറയും. അവർ വ്യക്തിപരമായിട്ട് നല്ല വ്യക്തികളാണ്. പക്ഷെ ചേരുമ്പോൾ ചില സമയത്ത് ഗുണമാവും, ചില സമയത്ത് കുഴപ്പമാവും. ഇപ്പം തേന് നല്ല വസ്തുവാണ് ശരീരത്തിന്, നെയ്യോ ബെസ്റ്റ് വസ്തുവാണ്. രണ്ടും കൂടെ ചേർത്ത് കഴിച്ചാൽ സ്ലോ പോയ്സണാണ്. ദിവസം തേന് നെയ്യും കുറേശ്ശെ കഴിച്ചു നോക്കും, വേഗം ഒരു 20 കൊല്ലം കുറയ്ക്കാൻ ആയുസ്സെന്ന്. ദിവസം തേനും നെയ്യും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് കഴിക്കുക. സ്ലോ പോയ്സണാണ്. ആയുർവേദം നിഷിദ്ധമായിട്ട് പറയണതാണ്. വേറെയും വിരുദ്ധാഹാരങ്ങളുണ്ട്. പഴങ്ങൾ ശരിക്കും മിക്സ് ചെയ്ത് കഴിക്കരുത്. ഈ കോക്ടെയിലൊക്കെ പ്രശ്നമാണ്. അപ്പോൾ വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ നോക്കൂ. ഓരോരോ പഴങ്ങളും നല്ലതാണ്, പക്ഷെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോൾ ഭഗവാൻ പറയണത് എന്താ വെച്ചാൽ, സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഇന്ന് നല്ലവനായവൻ നാളെ മഹാമോശക്കാരനാണ്. എന്തിന് ഇന്നലത്തെ നമ്മളെ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാൻ മഹാമോശമായിട്ടല്ലേ ഇന്നലെ പെരുമാറിയത് എന്നാ വിചാരിക്കും. ഇന്ന് വളരെ നല്ലവനാണ്. ഇന്ന് രാത്രി എന്താവുമെന്ന് പറയാൻ പറ്റില്ല. നാളെ രാവിലേക്ക് വീണ്ടും സ്വഭാവം നന്നാവാം. അപ്പം നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പലപ്പോഴും. അപ്പം പ്ലഷറും പെയിനും അനുഭവിക്കുന്നതും ഉണ്ടാക്കുന്നതും നമ്മുടെ മനസ്സാണെന്ന് വിക്ഷുഗീതയിൽ വ്യക്തമായിട്ട് അനവധി ഇൻസ്റ്റൻസസ് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം പറഞ്ഞിട്ട് പറയുന്നു. തൃപ്തി എന്ന് പറയുന്നത് മനസ്സിൽ അനുഭവിക്കേണ്ടത്. ഒരു പായും ഒരു ഡ്രസ്സും മാത്രമുള്ള സന്യാസി ചിലപ്പോൾ സമ്പന്നനായിരിക്കും. എന്നാൽ അനവധി ഡ്രസ്സുകളും മാറിക്കൊണ്ടിരിക്കുന്ന വാർഡ്രോബ്സും ഏത് റൂമിൽ കിടക്കണം ഇന്ന് രാത്രി എന്നറിയാതെ കൺഫ്യൂഷനുള്ള അത്രയ്ക്ക് മുറികളുള്ള വീടുകളുള്ള ആൾക്കാരുണ്ട്. അവർക്ക് തൃപ്തിയില്ല, അവർ സമ്പന്നരല്ല, അവർ ആത്മാവിൽ ദരിദ്രരാണ്. മറ്റൊരു മതപദ്ധതിയിൽ അവരുടെ ഗുരുനാഥൻ യേശുദേവൻ പറഞ്ഞിട്ടാണ് ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയും. ബീങ് പുവർ ഇൻ സോൾ. ആ പോവർട്ടി അത് ശരിക്കും കൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ. അത് കഴിഞ്ഞ് 24-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നു, അതേ അങ്ങ് നേരത്തെ സാങ്ക്യം പറഞ്ഞത് എനിക്കിപ്പോൾ ആ കൺഫ്യൂഷനായി, അതിനെ ഒന്നുകൂടെ എളുപ്പത്തിൽ പറഞ്ഞു തരണം. പാവം ഉദ്ധവൻ ഇതൊന്നും കൊണ്ട് കാരണം ഉദ്ധവൻ്റെ കോർ പ്രശ്നം എന്താ വെച്ചാൽ, ഭഗവാനെ അത്രയും നേരം നിർത്തി സംസാരിപ്പിക്കുക, അത്രയും നേരം അടുത്തിരിക്കാമല്ലോ, അതിന് വേണ്ടിയാണ് ചോദ്യം ചോദിക്കണത്. അപ്പോൾ അത് ഭഗവാൻ പോണുമല്ലോ എന്നുള്ള വിഷമം അവിടെ കിടക്കേണ്ടതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. പക്ഷെ ഭാഗ്യത്തിൽ ചോദിച്ച ചോദ്യമൊക്കെ നല്ല ചോദ്യമുണ്ട്, നമുക്ക് ഉപകാരപ്പെട്ടു. മൂപ്പർക്കത് ഉപകാരമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞില്ല, വെറുതെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ വിടാൻ വർത്താനം പറഞ്ഞ് നിർത്തിക്കും എങ്ങനെയെങ്കിലും കുറച്ചു നേരം. അതുപോലെ നിർത്തിക്കുകയാണ് പാവം. അപ്പോൾ നേരത്തെ പറഞ്ഞ സാങ്ക്യം എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞു തരുമെന്ന്. ഭഗവാന്റെ ക്ഷമ എന്ന് പറഞ്ഞാൽ അസാധ്യ ക്ഷമയായതുകൊണ്ട് ഭഗവാൻ സാങ്ക്യത്തിൻ്റെ 28 തത്വങ്ങളും വീണ്ടും വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിനെ എങ്ങനെ മായേന്ന് രക്ഷിച്ച് ലയിപ്പിച്ച് മോക്ഷത്തെ നേടാമെന്ന് ഒന്നുകൂടെ എളുപ്പമാക്കി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൽ കയറി പിടിച്ചു ചോദിക്കും, 3 ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ പിടിച്ച് കെട്ടിയിടുന്നത് ചോദിക്കും. സത്വരജസ്തമോ ഗുണങ്ങൾ എങ്ങനെ കെട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ ഭഗവാൻ പറയും, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ എങ്ങനെയാണ് ഈ ഗുണങ്ങൾ പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ ഒരു ചിത്രം കൊടുക്കുന്നു. കൃഷ്ണൻ ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റായിരുന്നു. അർജുനനെ ആയുധം എടുപ്പിക്കണതിൽ ഭഗവാൻ കാണിച്ചിട്ടുള്ള അതേ പ്രോസസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിയറിറ്റിക്കൽ ബേസ് എന്തുമാത്രമാണ്, ഫണ്ടമെൻ്റൽസ്, മനസ്സിനെ കുറിച്ചുള്ള അറിവിൽ എന്നുള്ളത് ഉദ്ധവോപദേശം കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 25-ാമത്തെ ചാപ്റ്റർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. മനസ്സിൻ്റെ ഘടന എന്താണെന്ന് അതിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ 3 ഗുണങ്ങളെയും എങ്ങനെ ഭക്തി കൊണ്ട് മറികടക്കാം. അപ്പോൾ ഉദ്ധവനെ ഓർമ്മിപ്പിക്കും. ഉദ്ധവൻ ജ്ഞാനരൂപിയാണ്, ഭഗവാൻ ഓർമ്മിപ്പിക്കണത് ഭക്തി കൊണ്ട് പറഞ്ഞിട്ട് ഉദ്ധവൻ്റെ തലയിൽ ഈ ഭക്തി ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. അത് പറഞ്ഞു അപ്പോൾ ഉദ്ധവൻ അപ്പോൾ കരയാണ്. അങ്ങ് പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ ആഗ്രഹങ്ങൾ മാറണില്ലല്ലോ. ഞങ്ങൾ ഗൃഹസ്ഥർക്ക് ആഗ്രഹങ്ങൾ മാറണില്ല, മിഥ്യാധാരണകൾ മാറണില്ല, ഇപ്പോൾ സ്നേഹം ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റണില്ല, ആശാഭാസങ്ങൾ കെട്ടി വരണു ഞങ്ങളെ, അതിനെന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ
പുരൂരവസ്സിന് ആശാവാശം കൊണ്ടുണ്ടായ പ്രശ്നം പറയണു. മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഉർവശിയെ കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായ പുലിവാലുകൾ എന്തൊക്കെയാണെന്ന്. ആ പുരൂരവസ് അഥവാ ഇളയുടെ പുത്രൻ, ബുധൻ്റെയും ഇളയുടെയും പുത്രനായിട്ടുള്ള അയളൻ, അദ്ദേഹം തനിക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ അദ്ദേഹം പാടിയ ഗാനത്തിൽ കൂടെ എങ്ങനെ ഭക്തി കൊണ്ട് ആഗ്രഹത്തെ മറികടക്കാം എന്ന് പറയുന്നു. എങ്ങനെയാണ് ഭഗവാനെ ആത്യന്തിക ആശ്രയമായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ദശമസ്കന്ധം നിരോധലീലയായിരുന്നു. പുരാണ ലക്ഷണങ്ങളിൽ ഏകാദശം ആശ്രയം എന്ന് പറയണ ആ 26ാമത്തെ ചാപ്റ്ററിൽ ഏകാദശം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആശ്രയിക്കലാണ് ഏറ്റവും വലിയ സമർപ്പണം മാർഗം എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് 27ാമത്തെ ഇതിൽ ഉദ്ധവൻ ചോദിക്കുക, എങ്ങനെയാണ് ശരിയായ രീതിയിൽ അങ്ങേ പൂജിക്കേണ്ടത്, ഭഗവാനെ പൂജ കഴിക്കണതിൻ്റെ ശാസ്ത്രം ചോദിക്കണം. അത് വിസ്തരിക്കുന്നുണ്ട്. വൈശ്രവണത്തിൽ രാമൻ നമ്പൂതിരി മഹാത്മാവ് ഭാഗവതാചാര്യൻ അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു അതിമനോഹരമായിട്ടൊരു ലേഖനം പഴയ കാലത്തൊരു സോവനീറിൽ എഴുതിയത് ഞാൻ കഴിഞ്ഞൊരു വർഷം മുമ്പ് എനിക്ക് കിട്ടി. വാസ്തവത്തിൽ ഈ ഒരു 27ാമത്തെ അധ്യായം മാത്രം വിസ്തരിച്ച് പറയാനുണ്ട്. അത് പറഞ്ഞ് നമ്മുടെ എല്ലാ പൂജ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലും ഇത് അർച്ചകന്മാരെ പഠിപ്പിക്കണം, നമ്മളും പഠിക്കണം. അതായത് ക്ഷേത്രം നടത്തണവരും പഠിക്കണം, ക്ഷേത്രത്തിലെ പൂജാരികളും അത് പഠിക്കേണ്ടതാണ് ഈ 27ാമത്തെ ചാപ്റ്റർ. അത് പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും എങ്ങനെയാണ് പൂജ കഴിക്കേണ്ടത്. അതിൻ്റെ ടെക്നിക്കൽ വിഷയങ്ങളല്ല, ഭഗവാൻ അതിൽ ചില കാര്യങ്ങൾ ആ സമർപ്പണ ബുദ്ധിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ 28ാമത് 2 അധ്യായങ്ങൾ കൂടിയുള്ളൂ. അവസാനം ചോദിക്കുകയാണ്, എങ്ങനെയാണ് അറിവ് നമ്മളെ സമ്പൂർണ്ണമായിട്ട് നിർവൃത്തിയിലേക്ക് എത്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾക്ക് ലിബറേഷൻ കിട്ടുന്നത്, എങ്ങനെയാണ് ആത്മാവ് തന്നെയാണ് ബ്രഹ്മം, ആ യാഥാർത്ഥ്യം, ആ സത്യം പരം ധീമഹീന്ന് ധ്യാനിക്കാൻ പറഞ്ഞല്ലോ, അതെങ്ങനെ എന്ന് ചോദിക്കണം. എങ്ങനെയാണ് അതുമായിട്ടുള്ള ഒന്നായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, ഒന്നേ ഉള്ളൂ ഉദ്ധവ, ഞാൻ മാത്രം. അവിടെ ഞാൻ എന്ന് ഭഗവാൻ പറയണത് ദേവകി പ്രസവിച്ച ശരീരത്തിനല്ല. അർജുനനോടും പറയണം, ഞാൻ ദേവകി പ്രസവിച്ച ശരീരമല്ല, ബ്രഹ്മമായിട്ടാണ് ഭഗവാനോട് സംസാരിക്കുന്നത്. അപ്പോൾ പറയുക, ഇപ്പോൾ ഒരു വിളക്ക് കണ്ട, ഞാൻ അന്നത്തെ ദിവസങ്ങളൊക്കെ പറഞ്ഞു തന്ന ഉദാഹരണമാണ്. ഭഗവാൻ പറഞ്ഞാണ്, ഈ വിളക്കിനെ നീ നോക്കുമ്പോൾ അത് സൃഷ്ടിക്കപ്പെട്ടു, നോക്കിക്കൊണ്ടിരുന്നാൽ അതിന് സ്ഥിതിയുണ്ട്, അതൊന്ന് കണ്ണെടുത്താൽ അത് സംഹരിക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ പ്രപഞ്ചത്തിൽ. കണ്ണിൻ്റെ മുന്നിൽ ഉള്ളപ്പോൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത് കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിച്ചോ, സൃഷ്ടി സ്ഥിതി സംഹാരം പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. സൃഷ്ടിക്കപ്പെട്ടു എന്ന് തോന്നിക്കുന്നത് ബ്രഹ്മാവിൻ്റെ മായ, ബ്രാഹ്മീ മായ, നിലനിർത്തേണ്ടത് തോന്നുന്നത് വൈഷ്ണവീമായ, സംഹരിക്കണമെന്ന് തോന്നുന്നത് ശാങ്കരിമായ. നീ ഒരു കയറ് കണ്ടിട്ട് പാമ്പാണ് എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നു. വാസ്തവത്തിൽ പാമ്പുണ്ടോ? പാമ്പില്ല. കയറുണ്ടോ? കയറുമില്ല. പിന്നെന്താ ഉള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ, ആത്യന്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ 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 മാത്രമേ ഉള്ളൂ. സോറി. അങ്ങനെ 29ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഇത്രയും നേരമായിട്ട് 22 അധ്യായങ്ങളിലായിട്ട് ഈ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് അവസാനം ഉദ്ധവൻ പറയണ്, ഈ പറഞ്ഞതൊക്കെ കട്ടിയായിട്ട് തോന്നും, ഇതിലും എളുപ്പമായിട്ട് വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഭഗവാൻ വീണ്ടും പറയും, ഞാൻ പറഞ്ഞു, പലതവണ നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഭക്തി 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 ശരിയായ രീതിയിൽ സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ജ്ഞാനവും വൈരാഗ്യവും താനെ വരും, എന്നിലേക്ക് എത്തും. അതുകൊണ്ട് ഉദ്ധവ, നീ ബദ്രികാശ്രമത്തിലേക്ക് പോ, അവിടെ ചെന്ന് എന്നെ ധ്യാനിച്ച് എന്നിൽ അടയെ, ഞാൻ നിന്നെ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് ഉദ്ധവനെ അവിടുന്ന് പറഞ്ഞയക്കണ ഭാഗത്താണ് അടുത്ത പ്രധാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഭഗവാൻ പറയുക, എൻ്റെ ആജ്ഞ കൊണ്ട് നീ ബദരികാശ്രമത്തിൽ പോവുക, അവിടെ എൻ്റെ ചരണതീർത്ഥമായിട്ടുള്ള ഗംഗാജലം കുടിക്കുക. അതായത് പണ്ട് വാമനൻ്റെ കാലിൽ ബ്രഹ്മാവ് ഒഴിച്ചതാണ്, അതുകൊണ്ടാണ് ചരണതീർത്ഥം എന്ന് പറഞ്ഞത്. അതിൽ കുളിച്ച് നീ പരിശുദ്ധനാവുക. അളകനന്ദയെ കണ്ടാൽ മാത്രം മതി, നിൻ്റെ സകല പാപങ്ങളും നശിച്ചു പോകും. അവിടെ ചെന്ന് നീ ഏകാഗ്രചിത്തനായിട്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വസിക്കുക. ശീതോഷ്ണങ്ങളെ, ചൂടും തണുപ്പിനെയും ഒക്കെ സഹിക്കുക. ദ്വന്ദ്വങ്ങളാണ് അതൊക്കെ, അതിനെല്ലാം സഹിക്കുക. സുശീലനാവുക, നല്ല ശീലങ്ങളുള്ളവനാവുക, ഇന്ദ്രിയങ്ങളെ ജയിക്കുക. ശാന്തചിത്തനായിട്ട്, ജ്ഞാനവിജ്ഞാനയുക്തനായിട്ട്, അതായത് എല്ലാം ബ്രഹ്മമാണെന്നുള്ള അറിവും വേണം, ലോകകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവിനെ അതിലേക്ക് സമന്വയിപ്പിക്കുമ്പോൾ അതിന് ജ്ഞാനവിജ്ഞാനയുക്തൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉപദേശിച്ചതായിട്ടുള്ള ആ ബോധവിദ്യയെ ശരിക്കും മനസ്സിൽ
ധ്യാനിച്ച് നീ ബ്രഹ്മാനന്ദം അനുഭവിക്കുക എന്ന് പറയും. ഞാൻ എന്തിനീ വരികൾ കുറച്ചൊന്ന് വിസ്തരിച്ച് വെച്ചാൽ കൂട്ടത്തിൽ ആ ബദരിയുടെ ഒരു മഹാത്മ്യം കൂടെ വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് അളകനന്ദയൊക്കെ പറയും ഭഗവാൻ. ആ ബദരീശ്വരനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക. അങ്ങനെ വാക്കിനെയും ഹൃദയത്തെയും എന്നിൽ ചേർത്തിട്ട് എൻ്റെ ഭാഗവത ധർമ്മത്തിൽ തൽപരനായിട്ട് നീ ജീവിക്കുമ്പോൾ നിനക്ക് സത്വരജസ്തമോ ഗുണങ്ങളെയൊക്കെ മറികടന്ന് അവസാനം നീ പരബ്രഹ്മരൂപമായിട്ട് തീർന്നുകൊള്ളുന്നു. അതായത് നീ എന്നിൽ വന്ന് ലയിക്കുന്നോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നോ ഒന്നുമല്ല പറഞ്ഞത്, നീ പരബ്രഹ്മമായി മാറും എന്ന് ഉദ്ധവനോട് പറഞ്ഞു. ഇന്നും ഉദ്ധവൻ പരബ്രഹ്മമായിട്ട് അവിടെ ഉണ്ട്. ബദരീശ്വരൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ തിടമ്പ് പോകണമല്ലോ, പുറത്ത് ഉത്സവമൂർത്തി പോകണ്ടേ. ബദരീശ്വരൻ തിടമ്പില്ല, ഉദ്ധവനാ പോവുക. ബദരീശ്വരനായിട്ട് എഴുന്നള്ളത്തിൽ പുറത്തേക്ക് പോകുന്നത് ഉദ്ധവനാണ് ബദരിയിൽ. അപ്പോൾ നോക്കൂ, ഭഗവാനും ഉദ്ധവനും തമ്മിൽ വ്യത്യാസമില്ല. ഇന്നും ബദരി പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ ഉദ്ധവനാവാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. ഈ ഉപദേശം കേട്ടിട്ട് ഉദ്ധവന് കണ്ണീരടക്കാൻ സാധിച്ചില്ല. കുറേ നേരം മനസ്സങ്ങോട്ട് ശൂന്യമായി. ഇനിയും ചോദ്യം ചോദിച്ചിട്ട് ഇരിക്കാനും തോന്നുന്നില്ല. ഭഗവാൻ പോവാനും പറഞ്ഞു കഴിഞ്ഞു. അനുസരിക്കുക അത്രേ ഉള്ളൂ. അവിടുന്ന് എഴുന്നേറ്റ് നിന്നു. കണ്ണിൽ ഇങ്ങനെ കുടുകൂടാ ജലം ഒഴുകി. ഭഗവാനെ മെല്ലെ പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങി. ഭഗവാൻ പീഠത്തിലിരിക്കുകയാണ്. ദ്വാരകയിൽ രാജധാനിയിൽ ഉണ്ടായ സംഭവമാണ് ഇത്, കാട്ടിലൊന്നുമല്ല ഉണ്ടായത്. ചുറ്റി നടക്കുമ്പോൾ ഒരു നിമിഷം പോലും തൻ്റെ കണ്ണ് ഭഗവാനിന്ന് വിടരുതെന്ന് പറഞ്ഞിട്ട് നോക്കും, കണ്ണ് തുടയ്ക്കും. ഭഗവാൻ ഇങ്ങനെ നോക്കി, ഭഗവാന്റെ ഓരോ വശം, കയ്യ്, തോള്, മുതുക്, മുടി, കിരീടം എല്ലാം നോക്കി. പ്രദക്ഷിണം വെച്ച് ആ മൂന്നാമത്തെ തവണ കാൽക്കൽ വന്നിട്ട് അങ്ങനെ കുഴഞ്ഞങ്ങോട്ട് വീണു എന്നാണ്. ശിരസ്സങ്ങോട്ട് പാദത്തിൽ അങ്ങോട്ട് വീഴ്ത്തി നമസ്കരിച്ചു. ഉദ്ധവൻ ദ്വന്ദ്വങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ജ്ഞാനിയായിരുന്നെങ്കിലും ഭഗവാന്റെ രൂപത്തിലുള്ള പ്രേമം കൊണ്ട്, ഭഗവാൻ തന്നെ വിട്ടുപോകണം എന്നുള്ള കാരണം കൊണ്ട് കണ്ണീരിങ്ങനെ ഗംഗയായിട്ട് ഒഴുകി ഭഗവാന്റെ കാലിനെ അങ്ങോട്ട് കഴുകി. ആ കാലിൽ തൻ്റെ ശിരസിനെ അങ്ങനെ വെച്ച് കുറേ നേരം കിടന്നു. ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്, നമ്മൾ കരഞ്ഞുകൊണ്ട് കാലിൽ കിടന്ന കാലിനെ ഒന്ന് അനക്ക് പോലും ഇല്ല പാവം. ആ കാലങ്ങനെ വെച്ച് തരും. കാരണം ഭഗവാൻ അറിയാം അത് തീരേണ്ടത് തീരണം, അതവിടെ സമർപ്പണമാണ്. ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ കാല അനക്ക് പോലും ഇല്ല. അങ്ങനെ കഴുകിയെന്നാണ്. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടുന്നില്ല. ഭഗവാന്റെ വാചകങ്ങളൊക്കെ അവസാനിച്ചു. ഇനി നമ്മൾ ഭഗവാന്റെ ഒന്നും കേൾക്കുന്നില്ല. ഒരു ഉപദേശമായിട്ട് നമുക്ക് കേൾക്കാനില്ല. അവസാനം താരുകൻ എന്ന് പറഞ്ഞ തേരാളിയോട് മാത്രം സംസാരിക്കുമ്പോഴാണ് ഭഗവാന്റെ ശബ്ദം നമ്മളിനി കേൾക്കാൻ പോകണം. അങ്ങനെ ഉദ്ധവൻ അവിടെ പിന്നെയും നിൽക്കുന്ന കണ്ടപ്പോൾ ഭഗവാന് മനസ്സിലായി ഉദ്ധവൻ എന്തിനാണ് നിൽക്കണമെന്ന്. തൻ്റെ കാലിനെ മെല്ലാം മെതിയടിയിൽ നിന്ന് പിൻവലിച്ചു. ആ മെതിയടി അങ്ങോട്ട് നീക്കി വെച്ചു കൊടുത്തു. ഉദ്ധവൻ അത് രണ്ടും എടുത്ത് കണ്ണിൽ ചേർത്ത് ശിരസിൽ വെച്ച് ഗുരുപാതുകം എന്ന് പറയും നമ്മൾ. ആ ഭഗവാന്റെ ഗുരുപാതുകത്തിനെ തൻ്റെ ശിരസിൽ ധരിച്ച് തിരിഞ്ഞ് നടന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി അങ്ങനെ ബദരിയിലേക്ക് പോയി നിന്നു. അവിടെ എത്തി ജ്ഞാനമയവും തപോമയവുമായിട്ടുള്ള തൻ്റെ ഉപാസനയെ കൊണ്ട് പരമഗതിയെ ഭഗവാൻ പ്രാപിച്ചു. ഉദ്ധവൻ ഭഗവാനാണ്. ഇന്നും നമുക്ക് ഉദ്ധവൻ ആ പാദങ്ങൾ കൊണ്ടുവച്ച സ്ഥലം ബദരിയിൽ കാണാം. ക്ഷേത്രത്തിൻ്റെ കുറച്ച് പുറകിൽ ആ പർവ്വതത്തിൻ്റെ സൈഡിലേക്കാണ് വിഷ്ണുപാദം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നും കാണാൻ പറ്റും. എന്നിട്ട് പറയാ, ഈ ഉപദേശത്തിനെ കുറച്ചെങ്കിലും അനുസരിക്കണവർ പരീക്ഷത്തെ സംസാരബന്ധനത്തിൽ നിന്ന് മുക്തരാകും. മാത്രമല്ല അവരുടെ സംഘം കൊണ്ട് അവർ വന്നിരുന്നാൽ ഈ ജഗത്ത് മുക്തമാകും. ഗംഗയിലും യമുനയിലും നർമ്മദയിലും ഭാരതപ്പുഴയിലടക്കം മഹാഭാവികൾ പോയിട്ട് കുളിക്കുന്നു. ജലം എല്ലാറ്റിനെയും എടുത്തുകൊണ്ട് പോകണതാണ്. ജലത്തിന് വാട്ടർ ഹാസ് മെമ്മറി എന്ന് പറയും. അതുകൊണ്ടാണ് ശങ്കില ജലം അകത്തുനിന്ന് കൊണ്ടുപോയിട്ട് തെളിക്കണത്. ആ ചൈതന്യം നമ്മളിലേക്ക് കിട്ടാനാണ്. ജലത്തിന് മെമ്മറി ഉണ്ട്. ജലത്തിനെ ജപിച്ച് തളിച്ചാൽ അനുഗ്രഹിക്കാം, ജപിച്ച് തളിച്ചാൽ ശപിക്കാം. അതുകൊണ്ടാണ് പണ്ട് കമണ്ടലും ജലം ഒഴിച്ചിട്ട് ശപിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഗംഗയൊക്കെ അപവിത്രമായിട്ട് തീരും ഇവരുടെ പാപങ്ങൾ കൊണ്ട്. എങ്ങനെയാണ് ഗംഗ ശുദ്ധയാവണത്? പാണ്ഡുരംഗൻ്റെ കഥയിലുണ്ട്. ഋഷിമാരുടെ ആശ്രമങ്ങൾ വന്നിട്ട് ഗംഗ തുടങ്ങിയിട്ടുള്ള സപ്തനദികൾ വൃത്തിയാക്കണമായിട്ട്. പക്ഷെ അതിലുപരിയായിട്ടൊരു കാരണമുണ്ട്. ഈ നദികളിൽ മഹാത്മാക്കൾ വന്ന് കുളിക്കും. അപ്പോൾ ഗംഗയെ പോലുള്ള നദികൾക്ക് ശുദ്ധി വീണ്ടും കൈവരും. കുംഭമേളയൊക്കെ നടത്തണം അതിനാണ്. മഹാത്മാക്കൾ വന്നിട്ട്, അതായത് 12 കൊല്ലം കൊണ്ട് വ്യാഴം ഒരു വട്ടം സഞ്ചരിച്ച് വരുമ്പോഴേക്കും അതിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ, ഭൗതിക മാലിന്യമല്ല,
ആധ്യാത്മികമായിട്ട് വരുന്ന മാലിന്യം, മനസ്സിൻ്റെ തലത്തിൽ വരുന്ന മാലിന്യങ്ങളെയൊക്കെ നിശേഷം നശിപ്പിച്ച് കളയും മഹാത്മാക്കൾ മുഴുവൻ. നമുക്ക് അറിയണതും അറിയാത്തതായിട്ടുള്ള എത്രയോ സിദ്ധന്മാർ അവരിറങ്ങി കുളിക്കും. അല്ലാണ്ട് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന സിദ്ധന്മാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അറിയാത്ത എത്രയോ മഹാത്മാക്കൾ വന്നിട്ട് ഹിമാലയമൊക്കെ ഇറങ്ങി വന്നിട്ട് അവർ കുളിക്കോടെ, അവരിറങ്ങി വന്ന് കുളിച്ചോട് കൂടിയിട്ട് ആ നദികൾ ശുദ്ധമാവും. അപ്പം പറയാണ് അവരുടെ ഇതിനെ അല്പമെങ്കിലും അനുസരിക്കണവൻ ലോകത്തിനെ ശുദ്ധമാക്കുന്നു, ലോകത്തിനെ ശുദ്ധമാക്കുന്നവരാണ്. അങ്ങനെ ജഗത്തിന് മോക്ഷം ഇച്ഛിക്കണവർ സ്വയം തൻ്റെ മോക്ഷമാണ് ആദ്യം പ്രാപ്താക്കേണ്ടത്. തൻ്റെ മോക്ഷത്തിന് വേണ്ടി പ്രയത്നിക്കണവൻ താനെ ലോകത്തിനെ ശുദ്ധാക്കും. അങ്ങനെ ആയിത്തീരും. ഒരു രാജാവ് അത് ചെയ്ത ജനങ്ങൾ മുഴുവൻ മോക്ഷം കിട്ടും. ശ്രീരാമൻ അതാ ചെയ്തത്. കംപ്ലീറ്റ് അയോധ്യാവാസികളെയും വൈകുണ്ഠത്തിൽ കൊണ്ടുപോയി. ശരീരത്തിലിരിക്കുമ്പോൾ ഭഗവാനും അതാ കാണിച്ചു തരിക. ഇവിടെ തൻ്റെ വംശത്തിനെ സംഹരിച്ചിട്ടാണ് ഭഗവാൻ വൈകുണ്ഠത്തേക്ക് കൊണ്ടുപോയത്. ഇദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെയാണ്. അവരെ ജലത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി. അങ്ങനെയായിരുന്നു ഭഗവാന്റെ 2 അവതാരങ്ങളിലും കാണാം. കൂടെ നിന്നവരെ മുഴുവൻ ഒന്നൊഴിയാതെ കൊണ്ടുപോയി. ആ രീതികൾ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അങ്ങനെ ഭഗവാനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ 11-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ സ്കന്ധത്തിൽ 29-ാമത്തെ ശ്ലോകം ഇപ്പം നേരത്തെ തിരുമേനി അത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ തൊണ്ടയടറിയിട്ടാണ് വായിച്ചത്. ഭവഭയമവഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവദ്വേദസാരം അമൃതമുദധിതപായയത് വൃത്യവർഗാൻ വാരപ്പ പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. വേദങ്ങളെ പ്രകാശിപ്പിക്കണ ഭഗവാൻ കൃഷ്ണൻ ഭക്തരെ സംസാര ഭയത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ വണ്ടുകൾ പലതരം പൂക്കളിൽ പോയിട്ടിരുന്നിട്ട് തേന് ശേഖരിക്കണത് പോലെ, എങ്ങനെയാണോ ജ്ഞാനമാകട്ടെ വിജ്ഞാനമാകട്ടെ ബ്രഹ്മവിദ്യ ആകട്ടെ മറ്റ് നോളജ് ആവട്ടെ അതിൻ്റെയൊക്കെ സത്തെ വേദങ്ങളിൽ നിന്ന് എടുത്തു ഭഗവാൻ. വാർദ്ധക്യമാകണ ജര രോഗം ഇതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ പാൽക്കടലിൽ നിന്ന് അമൃതത്തിനെയും കടഞ്ഞെടുത്തിട്ട് തന്നെ നിർഗുണമായിട്ട് ഉപാസിക്കുന്ന നിവൃത്തി മാർഗക്കാർക്കും തന്നെ സഗുണമായിട്ട് ഉപാസിക്കുന്ന ഗൃഹസ്ഥരായിട്ടുള്ള നമ്മളെ പോലുള്ള പ്രവൃത്തി മാർഗക്കാർക്കും ഭഗവാൻ യഥേഷ്ടം കോരി എടുത്ത് കുടിപ്പിച്ചു. അങ്ങനെ കുടിപ്പിച്ച് അഖില ജഗത്തിനും മൂലകാരണമായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ വീണ് നമസ്കരിക്കണമെന്നാണ് ശുഗമഹർഷി പറഞ്ഞിട്ട് ഭഗവാന്റെ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അതിൽ പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ശ്രീകൃഷ്ണൻ എന്ന് പേരുള്ളവൻ ആദിപുരുഷനാണ്. അവൻ ദേവകി പ്രസവിച്ച മകനെയല്ല, ഒരു ശരീരത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കൃഷ്ണൻ എന്നുള്ള ആ പേരിൽ ആരുടെ കഥയാണോ പറഞ്ഞിരിക്കുന്നത് അത് ബ്രഹ്മജ്ഞാനത്തിൻ്റെ കഥയാണ്. ഇടയ്ക്ക് വരുന്ന മറ്റ് രാജാക്കന്മാരുടെ കഥകളൊക്കെ വാഗ്വിലാസം മാത്രമാണ് എന്ന് ശുഗമഹർഷി പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. ഇതിൻ്റെ അർത്ഥം ഈ കഥയൊന്നും നടന്നതല്ല എന്നല്ല, ഈ കഥയൊക്കെ നടന്നതാണ്. നോക്കൂ, ഇന്ന് ഇപ്പം ഞാനിരുന്ന് ഈ പറയണതിന് മുമ്പുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ സപ്താഹവും പ്രഭാഷണമൊക്കെ നാളെ നിങ്ങൾക്ക് കഥയാണ്. അന്ന് മള്ളിയൂർ തിരുമേനി വന്നൊരു പ്രഭാഷണം നടത്തി, അപ്പോൾ കൂടെ ഒരു ചക്കനെ പിടിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കഥ പറയും. ഇതേപോലെ ഇത് കഴിഞ്ഞ് നാളെ ഇതൊക്കെ കഥയാവും, മറ്റന്നാൾ നമ്മളും കഥയാവും, എല്ലാവരും കഥയാവും. LKG UKG പഠിക്കുന്ന ആൾക്കാർക്ക് അത് കഥ തന്നെയാണ്. പക്ഷെ ബ്രഹ്മവിദ്യയിൽ ഉറച്ചു നിൽക്കുന്ന ശുഗനെ പോലുള്ള ബ്രഹ്മനിഷ്ഠർക്ക് അത് മായയാണ്. അതുകൊണ്ട് അദ്ദേഹം അത് കഥയാണെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ നാട്ടിലെ ഏതൊരു തലതിരിഞ്ഞ രാഷ്ട്രീയക്കാരൻ അതൊക്കെ കഥയാണെന്ന് ഭാഗവതത്തിലെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മഹാത്മാക്കളൊക്കെ ചർച്ചയിലിരിക്കുന്നുണ്ട്. ഒരെണ്ണത്തിന് പോലും മറുപടി പറയാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് ഫണ്ടമെൻ്റൽസ് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഭാഗവതം സപ്താഹം നടത്തുകയൊക്കെ ചെയ്യുന്ന ആചാര്യന്മാരായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഇതൊക്കെ സംസാരിക്കേണ്ട അവസ്ഥ വന്നത്. ഇവരൊക്കെ സംസാരിക്കാത്തതുകൊണ്ടാണ്. അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങനെ ബ്രഹ്മജ്ഞാനം ഉണ്ടായതിന് ശേഷവും ആരിലും മമത ഉണ്ടാവാൻ പാടില്ല. ഭഗവാൻ മധുരയിൽ പോയ ശേഷം അദ്ദേഹത്തിന് നന്ദഗോപൻ യശോദ
ഗോപന്മാർ, സുഹൃത്തുക്കൾ ഇവരെക്കുറിച്ചൊക്കെ ഓർമ്മ വരുമായിരുന്നു അത്ര ഭഗവാന്. കാരണം മധുര മനസ്സാണ്. മനസ്സിലേക്ക് ബ്രഹ്മസംബന്ധം വന്നാൽ ബ്രഹ്മത്തിന് ബുദ്ധിമുട്ടാണ്, ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കും. ദശമസ്കന്ധത്തിൽ കാണാം. ദ്വാരകയിൽ പോയതിന് ശേഷം അദ്ദേഹം മഹാഭാരത യുദ്ധം ചെയ്തിട്ടാണ് തൻ്റെ ബന്ധുമിത്രങ്ങളിലുള്ള ബന്ധത്തിനെ മുറിച്ചു കളയുന്നത്. കാരണം തൻ്റെ സൈന്യം മുഴുവൻ അപ്പുറത്ത് നാമാവശേഷം അവിടെ കണ്ടു. താൻ തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്തു. അപ്പോൾ നാരായണ സൈന്യത്തിനെ ആർക്കാണ് കൊടുത്തത്? ദുര്യോധനാണ് കൊടുത്തത്. അർജുനെ കൊണ്ട് സ്വന്തം സൈന്യത്തിനെ നശിപ്പിച്ചു. ഇത് ചെയ്തു. ഇനി പ്രഭാസ തീർത്ഥത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത ബന്ധുക്കളിൽ കുന്തി തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, പാണ്ഡവന്മാർ, നന്ദഗോപാദികൾ, ഗോപികൾ, തൻ്റെ തന്നെ ബന്ധുക്കൾ, ഇവരിലുള്ള മമതയെ അവിടെ തീർത്തു. സെവന്ത പഞ്ചകത്തിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി അവശേഷിച്ചിട്ടുള്ള തൻ്റെ ബന്ധുക്കളെ മുഴുവൻ പ്രഭാസത്തിൽ കൊണ്ടിട്ടിട്ട് ആ ബന്ധു മുറിച്ചു. പ്രഭാസം എന്ന് പറഞ്ഞാൽ ആത്മപ്രകാശം എന്ന അർത്ഥം. ആത്മപ്രകാശം എവിടെയാണോ ഫൈനലി ജ്വലിക്കുന്നത് അവിടെയാണ് ബന്ധങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടത്. ഈ പ്രകാശത്തിൽ നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് അമൃതസ്രാവം ഉണ്ടാവും. അതായത് ശിവന്റെ തലയിൽ ഒരു ചന്ദ്രക്കല ഇരിക്കണം. എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് അമൃതം വരുന്നുണ്ട്. ചന്ദ്രൻ സോമനാണ് അമൃതകുംഭം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സോമരസം അതിരാത്രത്തിൽ പിഴിഞ്ഞ് ഹോമിക്കുന്നത്. ചന്ദ്രൻ അമൃതിൻ്റെ സ്രോതസ്സാണ്. പ്രഭാസമാകണ പ്രകാശത്തിൽ കുളിക്കുമ്പോൾ അമൃതത്തിൻ്റെ സ്രാവം ഉണ്ടാവും. അതുകൊണ്ട് സോമനാഥനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രഭാസത്തിൽ. അതുകൊണ്ടാണ് പ്രഭാസത്തിൽ സോമനാഥനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് രാമേശ്വരനെ പ്രതിഷ്ഠിച്ചില്ല? സൂര്യൻ്റെ ആൾ മൂപ്പര. അദ്ദേഹത്തിനെ വെച്ചിരിക്കുന്നത് രാമേശ്വരത്ത് ശ്രീരാമസ്വാമി, സൂര്യൻ്റെ പ്രതീകമായിട്ടുള്ള ശ്രീരാമൻ അവിടെ വെച്ചിരിക്കണം. ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്ന കൃഷ്ണൻ ശരീരം കളയാൻ ഇത്രയും ദൂരം എന്തിനാണ് ആ കടൽ തീരത്ത് കൂടെ സഞ്ചരിച്ചിട്ട് സോമനാഥൻ്റെ അടുത്ത് പോയത്? കാരണം ആത്യന്തികമായിട്ട് അവസാനം നമ്മൾ ആ ബ്രഹ്മവിദ്യയിൽ അങ്ങോട്ട് മുങ്ങിക്കുളിക്കുമ്പോൾ, ആ പ്രകാശത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ അമൃതസ്രാവം ഉണ്ടാവണം. അതിന് സോമനാഥൻ്റെ അടുത്തേ പറ്റൂ. അതുകൊണ്ട് സോമനാഥനെ പോയിട്ട് കാണുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. അമൃതം സ്രാവയ, അമൃതം സ്രാവയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് കിട്ടണം. അങ്ങനെ ആത്മജ്ഞാനത്തിനാണെങ്കിൽ മനോനാശം വേണം, വാസനാക്ഷയവും വേണം. ആ മനോനാശവും വാസനാക്ഷയമാണ്. മധുരയും ദ്വാരകയും അദ്ദേഹം ഉപേക്ഷിച്ചു. ആദ്യം മധുര ഉപേക്ഷിച്ചു, ദ്വാരകയെ കടലിൽ കളഞ്ഞു, സകല ബന്ധങ്ങളെയും അറുത്ത് കളഞ്ഞു. അതിൽ പുരുഷാകാരമായിട്ടുള്ള സകല വാസനകളെയും സ്വന്തം കൈകൊണ്ട് വന്നു. സ്ത്രീകളുടെയൊക്കെ വിധി മൂപ്പർക്ക് അറിയാം. അത് അവിടേക്ക് വിട്ടും കൊടുത്തിരുന്നു. അതാണ്. അങ്ങനെ ഈ സമയത്ത് ദ്വാരകയിൽ വളരെയധികം ചീത്ത നിമിത്തങ്ങളൊക്കെ കണ്ടു. ഭഗവാൻ ഉടനെ പറഞ്ഞു, ഇനി ഒരു നിമിഷം വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് പ്രഭാസത്തിലേക്ക് നമുക്ക് ചെന്ന് അവിടെ പോയി കുളിച്ചുപവസിച്ച് ദേവപൂജ നടത്തി ബ്രാഹ്മണർക്ക് അന്നദാനാദികൾ നടത്തിയിട്ട് നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈ ദോഷത്തിനെ ദൂരീകരിക്കാമെന്ന് മാത്രം പറഞ്ഞു. രാജ്യത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തി. അത് മഹാഭാരതത്തിൽ പറയേണ്ടി, ഇതിൽ പറയണില്ല. ആരും മദ്യം ഉണ്ടാക്കരുത്, കയ്യിൽ വെക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ യാദവന്മാർ പലരും ഒളിപ്പിച്ച് കടത്തി. അവർക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല, അവർ ഒളിപ്പിച്ച് കടത്തി. ഈ യാത്രയിൽ തീർത്ഥാടനാണ്, മദ്യം കൊണ്ടുവരുതെന്ന് പറഞ്ഞു. ചേട്ടൻ പോലും അനുസരിച്ചു എന്നാണ്. പക്ഷെ യാദവന്മാരനുസരിച്ചില്ല. മഹാഭാരതത്തിൽ ആ അവസാനത്തെ നാശം സത്യം പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, പെറ്റ അമ്മ സഹിക്കില്ല. ഭാഗവതം വളരെ ലളിതമായിട്ട് അത് പറയണം. കാരണം ഭാരത ആധ്യാത്മവിദ്യ ആയതുകൊണ്ട് സമാധി ഭാഷയെ പറയണം, സിംബോളിക്കായിട്ട് പറയുന്നുണ്ട്. മഹാഭാരതം പിന്നെ എന്തുണ്ടോ അത് അങ്ങനെ പച്ചയ്ക്ക് എഴുതുകയല്ലേ ചെയ്യും. ഭൗതികമായിട്ടുള്ളൊരു എഴുത്താണുള്ളത്. സങ്കടം വരും. ഭാമ പോലും മദ്യപിക്കുന്നതാണ് കാണുന്നത് നമ്മൾ. സത്യഭാമ മദ്യപിക്കുന്നു. ഭാമ മാത്രമാണ് അവരുടെ കൂടെ പോകുന്ന ഏക സ്ത്രീ. കൃഷ്ണനെ എവിടെയും തന്നെ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ അത് എന്നിട്ട് ആ വാക്ക് തർക്കം തുടങ്ങുന്നതൊക്കെ ഭാരതത്തിൽ നമുക്ക് ശരിക്കും ഭഗവാനെ പോലുള്ള ഒരാളുണ്ടായിട്ട് അവർ ഭഗവാന്റെ വില അറിഞ്ഞില്ലല്ലോ തോന്നും. പക്ഷെ ഭാഗവതത്തിൽ വരുമ്പോൾ നമ്മൾ ആധ്യാത്മികമായിട്ട് അതിനെ കാണണമെന്നുകൊണ്ട് ഈ വാസനാക്ഷയായിട്ട് അതിനെ കാണണം എന്നാണ് അതിൻ്റെ നിശ്ചയം. അങ്ങനെ അവിടെ ചെന്ന് ഇവർ ഒരു മദ്യം ഉണ്ടാക്കിയിട്ട് കുടിക്കും. ഇവർ കഴിക്കുന്ന മദ്യം വളരെ അപകടം പിടിച്ചൊരു മദ്യമാണ്. ആ മദ്യം കുടിക്കുന്നതോട് കൂടിയിട്ട് ഇവർ തമ്മിൽ കലഹം തുടങ്ങും. ആദ്യം സാത്വികയാണ് കൃതവർമാവിനെ കുത്തിപ്പറയും. സാത്വികി പറയും, വിവരമില്ലാത്ത കള്ളന്മാർ, നിങ്ങളെപ്പോലെ ചതിയന്മാരെ കാണില്ല, നിങ്ങളാ പാണ്ഡവരുടെ മക്കളെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ കയറി വെട്ടിക്കൊന്നല്ലേ ചോദിക്കും. കൃതവർമാവ് തിരിച്ചൊന്ന് പറയും. സാത്വികി തിരിച്ചങ്ങോട്ട് പറയും, വാളൂരും. അവർ തമ്മിൽ യുദ്ധമാവും. അത് കാണുമ്പോൾ പ്രദ്യുമ്നം കയറി ഇടപെടും. അവർ തമ്മിൽ അടി. അവിടുന്ന് തുടങ്ങണ ചേരി തിരിഞ്ഞിട്ടുള്ള അടി തുടങ്ങും. ചിലർ
ആ ആയുധം കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടവർ പോലും ചതിച്ച ആയുധം കൊണ്ടുവന്നതായിട്ട് മഹാഭാരത സൂചന കാണാം. ഇവിടെ ഏരകപ്പുല്ലുകൾ പറിച്ചെടുത്തിട്ട് യുദ്ധം ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ ഏരകപ്പുല്ലുകളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് മുറിക്കുകയും ദേഹത്ത് വെട്ടും ഒക്കെ ചെയ്തിട്ടാണ് ഇവർ പിച്ചിട്ട് മാന്തിയിട്ടും നമ്മൾ കൈകൊണ്ടൊക്കെ കടിച്ചിട്ട് മൃഗങ്ങളെ പോലെ കടന്നിട്ട് ഇവർ ഈ മദ്യത്തിൻ്റെ ഇതിൽ അതായത് ഭഗവാൻ ഇതിന് മുഴുവൻ സാക്ഷിയായിട്ട് അവിടെ നിൽക്കുകയാണ്. ബലരാമൻ ക്ഷോഭിച്ചിട്ട് നോക്കി നിൽക്കെ മൂലപ്രകൃതിയാണ് അവിടെ ബലരാമൻ. ആ പ്രകൃതിക്ക് ക്ഷോഭം ഉണ്ടായിരുന്നു. ജ്ഞാനമാണ്, മൂലപ്രകൃതിയാണ്, അതിന് ക്ഷോഭം ഉണ്ടായി. അദ്ദേഹം തൻ്റെ കയ്യിൽ കിട്ടിയവരെയൊക്കെ ഞെരിച്ചു കൊല്ലാൻ തുടങ്ങി. ചിലർ അദ്ദേഹത്തിൻ്റെ നേരെ വരെ ചെന്നു. അത്രയും വർഷം ആ ബലരാമൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞവർ പോലും ബലരാമൻ്റെ നേരെ തിരിഞ്ഞു. ജ്ഞാനത്തിൻ്റെ നേരെ വാസന തിരിയാണ്. അപ്പോൾ ജ്ഞാനം അതിനെയൊക്കെ നശിപ്പിക്കുന്നു. അങ്ങനെ ഏട്ടൻ സംഹാരത്തിന് ഇറങ്ങിയത് കണ്ടപ്പോൾ പിന്നെ ഭഗവാനും മടിച്ചു നിന്നില്ല. ഭഗവാനും സംഹരിക്കാൻ തുടങ്ങിയെന്നാണ്. അങ്ങനെ സകലവരും മരിച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റും നോക്കിയപ്പോൾ ഏട്ടനെ കാണാനില്ല. യാദവന്മാർ മുഴുവൻ നശിച്ചപ്പോൾ ഭഗവാൻ, നമ്മൾ പറയില്ലേ ഒരു കാര്യം മതി എന്ന് നമുക്ക് പറയാൻ അറിയണം. പായസം നല്ല ടേസ്റ്റ് ഉണ്ട് അവർക്ക് കുടിച്ചുകൊണ്ടേയിരിക്കരുത്. മതി എന്ന് പറയാൻ, തൃപ്തി എന്ന് പറയാൻ അറിയണം. മതി എന്ന് പറയാൻ അറിയണം ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. മതി എന്ന് പറയാൻ അറിയണം. ആ മതി എന്ന് പറയണ പോലെ ഇവിടെ ഭൂമിയുടെ ഭാരം തീർന്നു, മതി. ഞാൻ പറഞ്ഞു, ദ്വൈതം ആയിട്ടുള്ള ഭാവം എപ്പോൾ അവതാരത്തിൽ അവസാനിക്കണോ ആ സെക്കൻഡിൽ ആ ശരീരം വിടാൻ തീരുമാനിക്കും. ബലരാമനെ അന്വേഷിച്ച് നടക്കും. അവിടെ നോക്കുമ്പോൾ ആ നദിയുടെ തീരത്ത് ഒരു ഗുഹയോട് ചേർന്നിട്ട് ഒരു വൃക്ഷത്തിൻ്റെ താഴെ അദ്ദേഹം ഇരിക്കുന്ന കാണും. ഭഗവാനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ കണ്ണുകൾ ഭഗവാനിൽ ഉറപ്പിച്ച് തൻ്റെ പ്രാണനെ ഒരു 5 തലയുള്ള സർപ്പത്തിൻ്റെ രൂപത്തിൽ വെളുത്ത് വെള്ളി പോലുള്ളൊരു സർപ്പം പുറത്തിറങ്ങി വന്ന് അത് ഭഗവാനിൽ ലയിക്കുകയാണ് ചെയ്യണത്. ഭഗവാൻ അതിനുശേഷം അവിടെ നിന്നും നടന്നുപോയി. ശരിക്കും ഭഗവാന്റെ സമാധി നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അസ്ത്രം കൊണ്ട സ്ഥലം എന്ന് പറയുന്നത് ബലരാമൻ്റെ ഗുഹയുടെ അവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ദൂരത്താണ്. അദ്ദേഹം ഒന്ന് നടന്നു പോയിട്ടുണ്ടാവണം. അവിടെ ചെന്ന് ചതുർഭുജനായി ഒരു ആൽമരത്തിൻ്റെ താഴെ ശാന്തനായിട്ട് മൗനം അവലംബിച്ചിട്ട് ഇരുന്നു എന്നാണ് പറയണം. പുകയില്ലാത്ത തീ പോലെ ജ്വലിച്ചു. എങ്ങനെ ഇരിക്കും? പുകയില്ലാത്ത തീക്ക് എന്തൊരു സൗന്ദര്യം ഇരിക്കില്ലേ? അങ്ങനെ ജ്വലിച്ചു. ആ ഭഗവാനെ ധ്യാനിക്കുക എല്ലാവരും. നമുക്കൊരു അവസരമാണ്. സ്വന്തം കാന്തി കൊണ്ട് അവനവൻ്റെ പ്രകാശം കൊണ്ട് ദിക്കുകളെ പ്രകാശിപ്പിച്ചു. നല്ല പഴിപ്പിച്ച സ്വർണം പോലെ തിളങ്ങണ പട്ടുവസ്ത്രം ധരിച്ചിട്ട് ഘനശ്യാമവർണ്ണനായിട്ട് എല്ലാവരെയും മയക്കുന്ന ആ പുഞ്ചിരി അപ്പോഴും മുഖത്തുണ്ട്. എന്തും ചിരിയോടെ നേരിട്ടാണ്. ഞാൻ പറയാറില്ല, ഓഷോ പറഞ്ഞത് കൃഷ്ണ ഈസ് എ ഡാൻസിങ് ഐലൻഡ് ഓഫ് ലാഫ്റ്റർ ഇൻ എ വാസ്റ്റ് ഓഷ്യൻ ഓഫ് സോറോ എന്നാണ്. ദുഃഖത്തിൻ്റെ വലിയൊരു കടലിൽ ചിരിയുടെ ദ്വീപായിരുന്നു എന്ന് കൃഷ്ണൻ. അങ്ങനെ തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള ആ കണ്ണുകളോടും നീലനിബിഡമായിട്ടുള്ള തൻ്റെ മുടിച്ചുരുളുകളോടും മകരകുണ്ഡലം, ശ്രീവത്സം, വനമാല, യജ്ഞോപവീതം, അത് പൂണൂല്, മുത്തുമാല. ക്ഷത്രിയന്മാർക്കും പൂണൂലുണ്ടല്ലോ. മുത്തുമാല, കിരീടം, കടകം, അരഞ്ഞാൺ, നൂപുരം, കൗസ്തുഭം, ഇങ്ങനെ അലങ്കാരങ്ങളോടും കൂടിയിട്ട് ഭഗവാൻ ആ മരത്തിൻ്റെ താഴെ തൻ്റെ ഇടത്തെ കാലെടുത്ത് വലത്തെ തുടര മുകളിൽ വെച്ചിട്ട് ചാരി അങ്ങടിയിരുന്നു. ഭഗവാന്റെ ചുറ്റും ഭഗവാന്റെ ആയുധങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ നിശബ്ദരായിട്ട് നിന്നു. സുദർശനം വന്നു നിന്നു, ശാർഗം വന്നു നിന്നു, കാന്തകം വന്നു നിന്നു. എല്ലാ ആയുധങ്ങളും ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ സമസ്ത ശക്തികൾ ഭഗവാന്റെ ചുറ്റും വന്നിട്ട് തൊഴുതു നിന്നു എന്നാണ് പറഞ്ഞു. ആ സമയത്ത് കൃഷ്ണാട്ടത്തിൽ സ്വർഗാരോഹണം നടക്കുമ്പോൾ മനോഹരമായിട്ടൊരു രംഗം. ഭഗവാൻ ആലോചിക്കും, എൻ്റെ കാലം അവസാനിക്കാൻ പോകുന്നു, ഈ ശരീരം ഞാൻ കളയണം, എൻ്റെ ജീവിതം സാർത്ഥകമായിരുന്നോ? നമ്മൾ മനുഷ്യൻ മരിക്കണ നേരത്ത് ഇത് ചിന്തിക്കാറില്ല. അപ്പോഴും ആലോചിക്കണം, അയ്യോ ഞാൻ ആ ലോക്കറിൽ വെച്ച് പൂട്ടിയ സാധനം അതിൻ്റെ താക്കോല് അല്ലേ? ഇതാണ് ആലോചിക്കുക. ഭഗവാൻ ആലോചിക്കുകയാണ്, എൻ്റെ ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും പർപ്പസ് ഉണ്ടായിരുന്നോ? ഈ ലോകത്തിന് ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തോ? നോക്കിക്കാണും. ആ നടൻ അങ്ങനെയാണ്. ആ തിരശ്ശീല വെച്ചിട്ട് അസ്ത്രം കൊണ്ടതിന് ശേഷമായിട്ടാണ് കാണിക്കാറ്. അങ്ങനെ ചിന്തിക്കും. താൻ ദേവകിയുടെ വയറ്റിൽ ഉത്ഭവിച്ചപ്പോൾ തൊട്ട് ആ കാരാഗ്രഹത്തിൽ ജനിച്ച രാത്രി നമുക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു അവസരമാണ് ഭഗവാന്റെ കഴിഞ്ഞ ലീലകൾ മുഴുവൻ. അത് മുഴുവൻ ആലോചിക്കുകയാണ് ഭഗവാൻ. മരിക്കുന്ന സമയത്ത് ജീവിതത്തിൻ്റെ മുഴുവൻ ഒരു തിരശ്ശീലയിൽ ഇങ്ങനെ ചിത്രങ്ങൾ കാണുന്ന പോലെ കാണാൻ പറ്റുന്ന പറയാം. ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് തൻ്റെ കുട്ടിക്കാലം. ആ യമുനയുടെ തീരത്ത് കളിച്ച് വളർന്നത്, ഓരോ അസുരന്മാരെ കൊന്നത്, അമ്മ ഉണ്ടാക്കണ ആ തൈരുകുടത്തുനിന്ന് കട്ട് തിന്നിരുന്ന വെണ്ണയുടെ രുചി, അതൊക്കെ ഇങ്ങനെ കടന്ന് വന്ന്
തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ആ ഇഷ്ടത്തിനെ സാധിപ്പിച്ചു കൊടുക്കാൻ തേരെടുത്തിട്ട് പോയതും അവിടെ കല്യാണം കഴിച്ചതും അവിടുന്ന് അങ്ങോട്ടുള്ള തൻ്റെ ജീവിതം പാണ്ഡവന്മാർക്ക് വേണ്ടി ചെയ്തത്, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദ്രൗപദിയും അർജുനെയും മനസ്സിലാലോചിക്കുന്നു. രസം എന്താ വെച്ചാൽ അർജുനൻ ആ കാലത്ത് ഭാഗവതത്തിൻ്റെ കഥപ്രകാരം കൃഷ്ണൻ്റെ കൂടെ ദ്വാരകയിൽ താമസിക്കുന്നുണ്ട്. ദ്വാരകയിൽ നിന്ന് പ്രഭാസത്തിലേക്ക് പോകുമ്പോൾ അർജുനനെ കൂടെ പോകാൻ സമ്മതിച്ചില്ല. നീ ഇവിടെ നിൽക്കണം പറഞ്ഞു, ആവശ്യം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആവശ്യം ഇപ്പോൾ വരും. അങ്ങനെ എല്ലാം ആലോചിച്ച് തൻ്റെ വംശനാശം വരെ ചിന്തിച്ചതിന് ശേഷം ഭഗവാൻ തൻ്റെ ആത്മാവിനെ ആ ബോധവസ്തുവിൽ തന്നെ നിർത്തി ധ്യാനിക്കുന്നൊരവസ്ഥയിലിരിക്കുമ്പോൾ സന്ധ്യാസമയമായി, വെളിച്ചം കുറഞ്ഞു തുടങ്ങി, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനിൻ്റെ മുഖം പോലെ അതികോമളമായിട്ടുള്ള ആ ഭഗവാന്റെ ചരണാരവിന്ദത്തിനെ ബാലിയുടെ പുനർജന്മം എന്ന് നമ്മൾ വിശ്വസിക്കണ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമായിട്ടുള്ള ജര എന്ന് പറയുന്ന വേടൻ കണ്ടു. ഏതൊരു ഇരുമ്പലൊക്കെ പൊടിച്ചിട്ട് അവശേഷിച്ചിട്ടുള്ള ആ ഇരുമ്പ് കഷ്ണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മൊനയോട് കൂടിയിട്ടുള്ള ബാണത്തിനെ അവൻ അറിയാതെ കർമ്മത്തിൻ്റെ ഗതിക്ക് വശപ്പെട്ടിട്ട് തൊടുത്ത് ഭഗവാന്റെ ആ തൃപ്പാദത്തിലേക്ക് അസ്ത്രമായിട്ട് അയച്ചു. അത് അക്കില്ലസ് ഹീൽ എന്ന് പറയും. നമ്മുടെ കാലിലൊരു മർമ്മമുണ്ട്. നമ്മൾ കരുതുന്ന പോലെ ഈ നടുക്ക് കൂടെ അല്ല കുത്തി കയറുന്നത്. അക്കില്ലസ് ഹീൽ എന്ന് പറയുന്നത് ഈ കാലിൻ്റെ കുതിയുടെ അവിടെയാണ്. അത് തുളച്ച് പുറത്താണ് വന്നത്. അത് കുത്തിയാൽ മരിക്കും. ഇലിയട്ടിൽ അക്കില്ലസ് മരിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് അല്ലാതെ കൊല്ലാൻ സാധിക്കില്ല. അതേ അക്കില്ലസ് ഹീലിലാണ് ഭഗവാനും അസ്ത്രം കൊള്ളുന്നത്. ഇന്നേക്ക് 5126 വർഷം മുമ്പ് 3102 BC ഫെബ്രുവരി 18 സന്ധ്യയ്ക്കാണെന്നാണ് സങ്കല്പിച്ചിട്ടുള്ളത്, കണക്കാക്കിയിട്ടുള്ളത് BR റാവുവിൻ്റെയൊക്കെ കണക്കിൽ. ആ സന്ധ്യയ്ക്ക് ഏകദേശം 6:15 കൂടിയിട്ട് ഭഗവാന്റെ കാലിൽ അസ്ത്രം കൊണ്ടു. അതിനുശേഷം ദീർഘമായിട്ടുള്ളൊരു സമയം രക്തം വാർന്നു പോകുന്നുണ്ട് ഭഗവാൻ അവിടെ നിന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും രസം. നമ്മൾ വിചാരിക്കുന്നത് അവിടുന്ന് ശരീരം വിട്ടു, അവിടെ നല്ല ശരീരം വിട്ടിരിക്കണം. അത് ഇന്ന് നമ്മൾ ആ സ്ഥലത്ത് പോകുമ്പോഴാണ് മനസ്സിലാവുക. വീണ്ടും ചേട്ടൻ എവിടെയാണോ ശരീരം ഉപേക്ഷിച്ചത് അവിടേക്ക് നടന്നു പോയിട്ടുണ്ട്. അത് ത്രിവേണി സംഘമാണ്. അവിടെ ചെന്ന് ശരീരത്തിനെ ശുദ്ധാക്കി കുളിച്ചിട്ടാണ് ധ്യാനനിമഗ്നനായിട്ടാണ് പ്രാണനെ കളഞ്ഞിരിക്കുന്നത്. അത് പുലർച്ചെ ഏകദേശം 2:30-3 മണി സമയം ബ്രാഹ്മമുഹൂർത്തം തുടങ്ങുമ്പോഴാണ് ശരീരം കളഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ബാണം ലക്ഷ്യത്തിൽ തറച്ചത് കണ്ടിട്ട് വേടൻ മാന്യം എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കുമ്പോണ്ട് ഒരു മഹാപുരുഷനെ കാണുന്നു. ആരാണെന്നൊന്നും ജരയ്ക്ക് അറിയില്ല. അവന് ഭഗവാനെ ഒന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല. പക്ഷെ ഭഗവാനെ കണ്ട മാത്രയിൽ ഭഗവാന്റെ കൃപ കൊണ്ട് അവൻ മധുസൂദനാന്നാണ് വിളിച്ചത്. മധുസൂദനാന്ന് വിളിച്ചിട്ട് അറിവില്ലാത്ത മഹാഭാവി മഹാപരാധം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കും. എന്നിട്ട് കുറേ സങ്കടമൊക്കെ പറയും, എന്നെ ഇപ്പം തന്നെ അവിടുന്ന് കൊല്ലണം, ബ്രഹ്മരുദ്രാദികൾക്ക് പോലും അറിയാൻ കഴിയാത്ത നിന്റെ മഹിമയെ പറ്റിയിട്ട് ഈ പാപിയായിട്ടുള്ള ഞാൻ എന്ത് പറയാനാണെന്നൊക്കെ സംസാരിക്കും. കാരണം ഭഗവാന്റെ ആ രൂപത്തിലുള്ള കാഴ്ചയിൽ ദൃഷ്ടമാത്രേ ബ്രഹ്മതത്വമായി ജരൻ. പിന്നെ അവനവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. അവനെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് അപ്പം തന്നെ മോക്ഷം കൊടുത്ത് വൈകുണ്ഠത്തിലേക്ക് അയച്ചു. ഭഗവാൻ പറയും, നീ ഭയപ്പെടണ്ട, എൻ്റെ സങ്കല്പം കൊണ്ട് തന്നെയാണ് നീ ഇത് ചെയ്തത്. അതുകൊണ്ട് നിനക്ക് എന്നെ ഭജിച്ച ഫലം സിദ്ധിച്ചു. കാരണം ഞാൻ ആഗ്രഹിച്ച് നീ സാധിപ്പിച്ചു തന്നു. അതുകൊണ്ട് എന്നെ നിനക്ക് കിട്ടിക്കഴിഞ്ഞു. എൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ട് നീ പൊക്കോളൂ, സുഹൃതികളുടെ സ്ഥാനമായിട്ടുള്ള സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഒരു വിമാനം വന്ന് ആ വേടൻ ഭഗവാനെ 3 പ്രദക്ഷിണം വെച്ച് ആ വിമാനത്തിൽ കയറി സ്വർഗത്തിൽ പോയി നിന്നു. ഈ സമയത്ത് ഭഗവാന്റെ തേരാളിയായിട്ടുള്ള ദാരുകൻ ദ്വാരകയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ആവശ്യമായിട്ട് പോയതാ. അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഈ ഭയങ്കരമായിട്ടുള്ള രംഗ കാണുന്നത് പ്രഭാസ തീരത്തിൻ്റെ ഇങ്ങനെ ശവങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. അങ്ങനെ ഭഗവാനെ എവിടെയും കാണാനില്ല. അന്വേഷിച്ച് നടക്കുമ്പോൾ രക്തത്തിൻ്റെ മണമാണ് കടൽക്കാറ്റിൽ വരണത്. ഇരുട്ടുമായി, കണ്ണും കാണുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ പെട്ടെന്ന് ഈ രക്തത്തിൻ്റെ മണം മാറിയിട്ട് നനുത്ത തുളസിയുടെ മണം എവിടുന്നോ വരുന്നുണ്ടോ. അതിൻ്റെ മണത്തിനെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഈ മരത്തിൻ്റെ താഴെ അത് അടുക്കും തോറും ആ തുളസിയുടെ ഗന്ധം അങ്ങനെ കൂടി വന്ന് അടുത്തെത്തുമ്പോൾ ഭഗവാനെ കാണും. കരഞ്ഞങ്ങോട്ട് വീഴും. ആ തേരിൽ നിന്നിറങ്ങി ഭഗവാന്റെ പാദങ്ങളിൽ പോയിട്ട് നമസ്കരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ആ അഗ്നി കൊടുത്ത് ആ വലിയ തേരൊക്കെ ഉണ്ട്, ആകാശത്തേക്ക് അങ്ങോട്ട് ഉയർന്നു പോകും. സകല ദിവ്യായുധങ്ങളും ഈ ഈ ബലാഹകം ശൈബ്യം തുടങ്ങിയിട്ടുള്ള കുതിരകളൊക്കെ ഉണ്ട് ആ അന്തരീക്ഷത്തിലേക്ക് പോകണം.
എല്ലാം ഉയർന്ന് ഭഗവാന്റെ സമസ്ത വസ്തുക്കളും ആയുധങ്ങളടക്കം എല്ലാം ഉയർന്നു പോയി. അപ്രത്യക്ഷമാവണത് പേടിയോട് കൂടിയിട്ട് ദാരിക നോക്കിക്കണ്ടു. ഇതെന്താ സംഭവിക്കണമെന്ന് അറിയണില്ല. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭഗവാൻ പറയും, നീ ഉടനെ ദ്വാരകയിൽ പോകണം. എന്നാൽ ത്യജിക്കപ്പെട്ട ദ്വാരക 7 ദിവസത്തിൻ്റെ ഉള്ളിൽ കടലിൽ മുങ്ങിപ്പോവും. അർജുനൻ അവിടെയുണ്ട്, അവനോട് പറയണം സാധിക്കുന്ന പോലെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് നീ എല്ലാം ഉപേക്ഷിച്ചിട്ട് എൻ്റെ ധർമ്മത്തിനെ ആശ്രയിക്കാതാരുക, നീയും അജിരേണ എന്നിൽ ചേരും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. അതിൽ 28ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ആ സ്വധാമയാത്ര പറയുന്നുണ്ട്. ഭഗവാൻ അതിനുശേഷം ദാരുകൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് ഭഗവാന്റെ ആജ്ഞയോട് കൂടിയിട്ട് ദ്വാരയ്ക്ക് പോയി. ആ സമയത്ത് ബ്രഹ്മാദി ദേവന്മാരൊക്കെ അവിടെ വന്ന് ഭഗവാന്റെ ആ അവസാന രംഗം കാണാൻ വേണ്ടി, ആ ശരീരം പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്നു. ലോകപാലകന്മാരും ബ്രഹ്മാദികളും സാക്ഷികളായിട്ടിരിക്കെ ഭഗവാൻ അവരെ എല്ലാം ഒന്ന് നോക്കിയത്രേ. എല്ലാവരും കൂടി ആ കരുണാകടാക്ഷം ഇങ്ങനെ ആ ജീവിതത്തിൽ അത് അവസാനത്തെ നോട്ടണം. അത് അവസാനം വന്ന് ബ്രഹ്മാവിലാണ് അത്ര വന്ന് നിന്നത്. ഏതൊരാളാണോ തന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് മനസ്സുകൊണ്ട് നിശബ്ദനായി പറഞ്ഞു, ദാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഞാൻ പൂർത്തിയാക്കിയിരിക്കണു എന്നുള്ളതായിരിക്കും ഭഗവാൻ പറഞ്ഞത്. ആ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അങ്ങനെ ഭ്രൂമധ്യത്തിലേക്ക് തൻ്റെ നേത്രങ്ങളെ കൊണ്ടുപോയി ആ പത്മനേത്രങ്ങളെ എന്നേക്കുമായിട്ട് അടച്ചു എന്നാണ്. ലോകാഭിരാമാം സ്വതനും ധാരണാധ്യാനമംഗളം യോഗധാരണയാഗ്നേയാധദ്വാധാമാവിശത്സ്വകം. ഭഗവാന്റെ ആ വിഗ്രഹത്തിനെ, ആ ശരീരത്തിനെ യോഗാഗ്നിയിൽ ഭസ്മമാക്കാതെ സശരീരനായിട്ട് ശരീരത്തോട് കൂടിയിട്ട് സ്വധാമത്തിലേക്ക് പോയി എന്നാണ് ഭാഗവതം പറയണം. സോമനാഥത്തിൽ പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഭഗവാന്റെ ശരീരം അർജുനൻ ദഹിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം അത്രയും ശക്തി ഇന്നും അവിടെ കാണാം നമുക്ക്. അപ്പോൾ ഭഗവാൻ തിരിച്ച് തൻ്റെ ജ്യേഷ്ഠൻ എവിടെയാണോ സമാധിസ്ഥനായത് അതിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടാണ് ശരീരത്തെ അവസാനമായിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ദിവ്യമായിട്ടുള്ള ആ ശരീരത്തെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയണത്. അതായത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ശരീരം സാധാരണ പോവില്ല, പക്ഷെ ഭഗവാന്റെ അങ്ങനെ പോയി എന്ന് പറഞ്ഞു. ഭട്ടവാദർ ഭഗവാന്റെ സ്വർഗാരോഹണത്തിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല നാരായണീയത്തിൽ. കാരണം ഭട്ടതിരിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും കൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് വന്നിട്ട് നേരെ ഗുരുവായൂർ വന്നിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ എവിടെയും പോയിട്ടില്ല, ഇന്നും നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് ശുഖം പറയുക, പരീക്ഷിത്തെ പരമാത്മാവായിട്ടുള്ള ബ്രഹ്മവസ്തു ദേഹം ധരിച്ചവരെ പോലെ ചെയ്തിട്ടുള്ള ക്രിയകളൊക്കെ ഒരു നടൻ്റെ മായാമയമായിട്ടുള്ള പ്രകടനങ്ങൾക്ക് തുല്യമാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഒരു നടൻ വന്നിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, അയാൾ പക്ഷേ യഥാർത്ഥത്തിൽ ആ കഥാപാത്രമല്ല, അയാൾ ആ കഥാപാത്രമായിട്ട് ജീവിച്ചു എന്ന് മാത്രം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നവിടെ ആ വലിയ എന്താ പറയുക 126 വർഷത്തെ ഒരു കാരാഗൃഹത്തിൽ നിന്ന് ഉള്ളൂർ എഴുതിയ പോലെ ഒരു കരിങ്കൽ തുറുങ്കിൽ ജനിച്ച തൊട്ട് കാൽത്താര് ഒരു ഇരുമ്പിൻ്റെ അമ്പ് കൊണ്ട് നശിക്കുന്നത് വരെ കണ്ണൻ കപടഗോപാലൻ ചെയ്ത കാര്യങ്ങളൊക്കെയും എന്ന് പറഞ്ഞിട്ട് ഉള്ളൂർ എഴുതിയിട്ടുണ്ട്. അതെല്ലാവരുടെയും മനസ്സിൽ ഇന്നും ബ്രഹ്മാനന്ദത്തെ വർഷിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ആ ഭാഗം. അതിനുശേഷം 12ാമത്തെ സ്കന്ധം ആരംഭിക്കും. അത് അടുത്ത സെഷനിൽ അരമണിക്കൂർ കൊണ്ട് നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 2 അധ്യായം വായിച്ച് ആചാര്യൻ സമർപ്പിക്കും. എല്ലാവരെയും ആ പൊന്നു ഗുരുവായൂരപ്പൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കൃഷ്ണ വാസുദേവ ഭഗവാനെ ഗോവിന്ദ. സ്വാമിയേ ശരണമയ്യപ്പ.